Okay. അപ്പോൾ അതിൽ ഒരു ചേഞ്ച് ഇൻ സ്പീഡ്, റോട്ടോർ സ്പീഡും സിങ്ക്രണസ് സ്പീഡും തമ്മിൽ ഒരു ചേഞ്ച് ഇൻ സ്പീഡ് വരുന്നതുകൊണ്ട് അവരൊരു ടേം ഇൻട്രൊഡ്യൂസ്ഡ് ആവും. അതാണ് എന്ത് സ്ലിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, സ്ലിപ്പ്. Where slip is the difference between the synchronous speed ns and the actual speed of the rotor nr is known as slip. Slip എന്ന് പറഞ്ഞാൽ എന്താ? ആ രണ്ടും തമ്മിലുള്ള ഒരു സ്പീഡിലുള്ള ഡിഫറൻസ്. The difference between the synchronous speed ns and the actual speed of rotor nr is known as the slip. Okay, it is usually expressed as a percentage of synchronous speed ആയിട്ടാണ് പറയാ. That is slip s is equal to ns minus nr by ns. ഇനി അത് പെർസെൻറ്റേജ് സ്ലിപ്പ് ആണെങ്കിൽ അത് ഇൻറ്റു 100 വരും. ഈ ജസ്റ്റ് ഈ ടേം ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ചിലപ്പോൾ നിങ്ങൾ ഇൻഡക്ഷൻ മോട്ടോർ പറയുന്ന സമയത്ത് എവിടെയെങ്കിലും ആ ഒരു സ്ലിപ്പിന്റെ ടേം വരും. സ്ലിപ്പ് എന്ന് പറയുന്നത് എന്താ? ആ സിങ്ക്രണസ് സ്പീഡ് ആൻഡ് റോട്ടോർ സ്പീഡ് തമ്മിലുള്ള ഒരു ഡിഫറൻസ്. ഓക്കെ, ദ ഡിഫറൻസ് ബിറ്റ്വീൻ സിങ്ക്രണസ് സ്പീഡ് ns ആൻഡ് ദ ആക്ച്വൽ സ്പീഡ് ഓഫ് റോട്ടോർ nr. ഓൾവേസ് അത് പെർസെൻറ്റേജ് ഓഫ് സിങ്ക്രണസ് സ്പീഡ് ആയിട്ടാണ് എക്സ്പ്രസ് ചെയ്യുക. Therefore, percentage slip s is equal to ns minus nr by ns into 100. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ ഇത്രയാണ് സ്ക്വിറൽ കേജ് ടൈപ്പ് ഇൻഡക്ഷൻ മോട്ടോർ. ദെൻ എ സിയിൽ വരുന്ന നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ആണ് സിങ്ക്രണസ് മോട്ടോഴ്സ്. ഓക്കെ, സിങ്ക്രണസ് മോട്ടോഴ്സ് നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ആണ്. ഇവിടെ ഒരു മേജർ ഡിഫറൻസ് ഉള്ളത് മാഗ്നറ്റിക് ഫീൽഡ് സ്റ്റേഷനറി ആയിരിക്കും, ആർമേച്ചർ വൈൻഡിങ് ആണ് റൊട്ടേറ്റിംഗ്. നമ്മൾ ഇൻഡക്ഷൻ മോട്ടോറിന്റെ കേസിൽ എന്താ പറഞ്ഞത്? ആർമേച്ചർ വൈൻഡിങ് റോട്ടോർ സ്റ്റേഷനറി, അല്ലെങ്കിൽ അത് ദെൻ റൊട്ടേറ്റ് ചെയ്യും, ബട്ട് അവിടെ എന്തൊരു റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ഓക്കെ, ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് സ്റ്റേഷനറി ആയിട്ട് ആർമേച്ചർ വൈൻഡിങ്സ് ആയിരിക്കും റൊട്ടേറ്റിംഗ്. Okay, synchronous motors will become the more economical compared to induction motor because they are used in large power, low speed applications. നമുക്ക് സിങ്ക്രണസ് മോട്ടോഴ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ ലാർജ് പവർ ആപ്ലിക്കേഷൻസിന് യൂസ് ചെയ്യാം, ബട്ട് അതിന്റെ റോട്ടോറിന്റെ റൊട്ടേറ്റിംഗ് സ്പീഡ് വളരെ ചെറിയ വാല്യൂ ആയിരിക്കും. നമുക്കൊരു 150 to 1800 RPM ആ റോട്ടോർ റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ മോട്ടോറിനെ നമുക്ക് ഒരു 150 kW to 15 മെഗാവാട്ട് റേഞ്ചിലുള്ള പവർ റേറ്റിംഗിൽ യൂസ് ചെയ്യാൻ പറ്റും. ഇൻഡക്ഷൻ മോട്ടോറിന് അങ്ങനെയല്ല. ഇൻഡക്ഷൻ മോട്ടോറിന് ഹൈ പവറിലേക്ക് യൂസ് ചെയ്യണമെങ്കിൽ അതിന്റെ റൊട്ടേഷൻ സ്പീഡും ഹയർ ആയിരിക്കും. ബട്ട് സിങ്ക്രണസ് മോട്ടോഴ്സ് നമുക്ക് ലോ സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്തിട്ട് തന്നെ ഹൈ പവർ ആപ്ലിക്കേഷൻസിന് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ ഇതിന്റെ വേറെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, സിങ്ക്രണസ് മോട്ടോഴ്സ് എന്താ, അത് അതിന്റെ റോട്ടോറും എന്താ സിങ്ക്രണസ് സ്പീഡിലാണ് റൊട്ടേറ്റ് ചെയ്യുക. നേരത്തെ ഇൻഡക്ഷൻ മോട്ടോർ പറഞ്ഞപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് സിങ്ക്രണസ് സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യും, ബട്ട് റോട്ടോർ എന്താ ഒരു റൊട്ടേറ്റിംഗ് സ്പീഡ് NR ആയിരിക്കും. അത് എപ്പോഴും ആ സിങ്ക്രണസ് സ്പീഡിനേക്കാളും ലോവർ ആയിരിക്കും. ബട്ട് സിങ്ക്രണസ് മോട്ടോഴ്സിന്റെ കേസിൽ റോട്ടോർ ഇറ്റ്സെൽഫ് റൊട്ടേറ്റിംഗ് അറ്റ് സിങ്ക്രണസ് സ്പീഡ് ആയിരിക്കും. അത് വർക്കിംഗ് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എന്താണെന്ന് വെച്ചാൽ, ഇത് സ്റ്റാർട്ടിങ്ങിൽ നമ്മളൊരു സ്റ്റാർട്ടിംഗ് സ്പീഡ് റൊട്ടേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ദെൻ ആ റോട്ടോർ എന്ത് ചെയ്യും, ആ മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് ലോക്ക് ചെയ്യും. ദെൻ മാഗ്നറ്റിക് ഫീൽഡും ആ ഒരു റോട്ടോറും സെയിം സ്പീഡിൽ സിങ്ക്രണസ് സ്പീഡിലാണ് പിന്നെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. നമുക്ക് വർക്കിംഗ് പറയുമ്പോൾ മനസ്സിലാവും. പിന്നെ വേറൊരു ഫീച്ചർ വരുന്നത്, ഇറ്റ് ഈസ് നോട്ട് സെൽഫ് സ്റ്റാർട്ടിംഗ് മോട്ടോർ. ഇൻഡക്ഷൻ ടൈപ്പ് ആണെങ്കിൽ സെൽഫ് സ്റ്റാർട്ടിംഗ് ആണ്, ബട്ട് സിങ്ക്രണസ് മോട്ടോഴ്സ് ആർ നോട്ട് സെൽഫ് സ്റ്റാർട്ടിംഗ് മോട്ടോഴ്സ്. ഇറ്റ് ഹാസ് ടു ബി റൊട്ടേറ്റഡ് അപ് ടു എ സിങ്ക്രണസ് സ്പീഡ് ns by using some external means at the time of starting. ഇത് നമ്മൾ ഇൻഡക്ഷൻ മോട്ടോർ പോലെ സെൽഫ് സ്റ്റാർട്ടിംഗ് അല്ല. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഒരു എക്സ്റ്റേണലി എന്തെങ്കിലും ഒന്ന് കൊടുത്തിട്ട് നമ്മൾ അതിനെ റൊട്ടേറ്റ് ചെയ്യിക്കണം. പിന്നെ അത് ആ സിങ്ക്രണസ് സ്പീഡ് ക്യാച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ഓട്ടോമാറ്റിക്കലി റൊട്ടേറ്റ് ചെയ്തോളൂ. ബട്ട് നമ്മൾ സ്റ്റാർട്ടിംഗ് ഒരു സ്റ്റാർട്ടിംഗ് ടോർക്ക് കൊടുക്കണം. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് ദ ഓൺലി മോട്ടോർ വിച്ച് ക്യാൻ ബി ഓപ്പറേറ്റഡ് അറ്റ് ഡിഫറെന്റ് റേഞ്ചസ് ഓഫ് പവർ ഫാക്ടർ. അതാണ് നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ. സിങ്ക്രണസ് മോട്ടോഴ്സിനെ നമുക്ക് ഡിഫറെന്റ് പവർ ഫാക്ടർ വാല്യൂസിൽ ഓപ്പറേറ്റ് ചെയ്യിക്കാൻ പറ്റും. പവർ ഫാക്ടർ കേട്ടിട്ടില്ലേ? ലീഡിംഗ് പവർ ഫാക്ടർ, ലാഗിംഗ് പവർ ഫാക്ടർ, യൂണിറ്റി പവർ ഫാക്ടർ ഒക്കെ കേട്ടിട്ടില്ലേ? കേട്ടിട്ടില്ലേ? ഓക്കെ, ഇൻഡക്ഷൻ മോട്ടോഴ്സ് ഒക്കെ ആണെങ്കിൽ എപ്പോഴും ലീഡിംഗ് പവർ ഫാക്ടർ ആയിരിക്കും. ഓക്കെ, അതെന്താ വെച്ചാൽ നമ്മൾ ഇൻഡക്ഷൻ മോട്ടോഴ്സ് ഒക്കെ ഒരു ഇൻഡസ്ട്രിയിലൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഓവറോൾ ആയിട്ടുള്ള പെർഫോമൻസ് കുറവായിരിക്കും. എന്തുകൊണ്ടാ? അത് ഒരു ഇൻഡക്റ്റീവ് നേച്ചർ ആണ്. സോ ലാഗിംഗ് പവർ ഫാക്ടർ ആയിരിക്കും. ബട്ട് സിങ്ക്രണസ് മോട്ടോഴ്സിനെ നമുക്ക് ലാഗിംഗ് പവർ ഫാക്ടറിൽ വർക്ക് ചെയ്യിക്കാം, ലീഡിംഗ് പവർ ഫാക്ടറിൽ കട്ടായി. ഓക്കെ
ഹലോ, ക്ലിയർ ആവുന്നില്ലേ? ദെൻ നെക്സ്റ്റ് ഉള്ളത് എന്താ? നെക്സ്റ്റ് ഒരു ഇത് വരുന്നത് ബൈ വാരിങ് ഫീൽഡ് വൈൻഡിങ് സപ്ലൈ ഫീൽഡ് എക്സൈറ്റേഷൻ ദ പവർ ഫാക്ടർ ഓഫ് തന്നെയാണ് പറയുന്നത്. എന്താ വെച്ചാൽ നമ്മൾ ആ ഫീൽഡിന് ആ ഒരു വൈൻഡിങ്ങിന് കൊടുക്കുന്ന സപ്ലൈ ആ എക്സൈറ്റേഷൻ വേരി ചെയ്യിക്കുകയാണെങ്കിൽ നമുക്ക് അതിന്റെ പവർ ഫാക്ടർ വേരി ചെയ്യിക്കാം. ഇപ്പം ആ കൊടുക്കുന്ന എക്സൈറ്റേഷൻ കുറവാണെങ്കിൽ എന്ത് ചെയ്യും? ഈ സിങ്ക്രോണസ് മോട്ടോർ ലാഗിങ് പവർ ഫാക്ടറിലാണ് വർക്ക് ചെയ്യുക. ഇനി അത് എക്സൈറ്റേഷൻ ഹയർ ആണ്, കൂടുതൽ എക്സൈറ്റേഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ, ഓവർ എക്സൈറ്റഡ് ആണെങ്കിൽ എന്താ? അത് ലീഡിങ് പവർ ഫാക്ടറിലാണ് വർക്ക് ചെയ്യുക. അപ്പൊ ഞാൻ പറയാം, നമുക്ക് ഇതിന്റെ പ്രിൻസിപ്പിൾ എങ്ങനെയാണെന്ന് നോക്കാം, വർക്കിംഗ് പ്രിൻസിപ്പിൾ എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ ഒരു ഫീച്ചർ ഉള്ളത് നമ്പർ ഓഫ് പോൾസ് ഇൻ ദ സ്റ്റാറ്റർ ആൻഡ് ദ റോട്ടോർ ഈക്വൽ ആയിരിക്കും. നമ്പർ ഓഫ് സ്റ്റാറ്റർ പോൾസും നമ്പർ ഓഫ് റോട്ടോർ പോൾസും ഈക്വൽ ആയിരിക്കും. ഇവിടെ റോട്ടോർ സാലിയൻ പോൾ ടൈപ്പ് റോട്ടോർ ആയിരിക്കും യൂസ് ചെയ്യുക. നേരത്തെ എന്തായിരുന്നു? സ്ക്വിറൽ കേജ് ടൈപ്പ് റോട്ടോർ ആയിരുന്നു. ബട്ട് ഇവിടെ എന്താ? സാലിയൻ പോൾ ടൈപ്പ് റോട്ടോർസ് ആണ് യൂസ് ചെയ്യുന്നത് സിങ്ക്രോണസ് മോട്ടോഴ്സിൽ. സാലിയൻ പോൾ ടൈപ്പ് മീൻസ് പ്രൊജക്റ്റഡ് പോൾസ് ആയിരിക്കും. ഒരു റൗണ്ട് സ്ട്രക്ചറിന്റെ മുകളിൽ പ്രൊജക്റ്റഡ് ആയിട്ടുള്ള പോൾസ് ആയിരിക്കും സാലിയൻ പോൾ ടൈപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ റോട്ടോർ പോൾസിന്റെ എണ്ണവും സ്റ്റാറ്റർ പോൾസിന്റെ എണ്ണവും ഇവിടെ ഈക്വൽ ആയിരിക്കും. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ആ ഒരു അതിന്റെ വർക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഈ ഒരു ഫിഗർ കൺസിഡർ ചെയ്യാം. ഓക്കെ, ഈ ഒരു ഫിഗറിൽ ഫസ്റ്റ് നമ്മൾ എന്താ, ഇവിടെ ആർമേച്ചർ വൈൻഡിങ്സ് ഉണ്ട്. നടുക്ക് എന്താ? റോട്ടോർ ഉണ്ട്. റോട്ടോർ ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ആണ് റോട്ടോർ. ഓക്കെ, റൊട്ടേറ്റിംഗ് ആയിട്ടുള്ളത് മാഗ്നറ്റിക് ഫീൽഡ് ആണ്. നമ്മൾ ഒരു 3 ഫേസ് AC സപ്ലൈ അപ്ലൈ ചെയ്യുന്ന സമയത്ത് 3 ഫേസ് ആണ്, സോ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റഡ് ആവും. ഓക്കെ, നമ്മൾ 3 ഫേസ് AC കൊടുക്കുന്ന സമയത്ത് അവിടെ ഒരു റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. അപ്പൊ അവിടെ ഒരു റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ഇത് നമ്മളൊരു ഫസ്റ്റ് കൺസിഡർ ചെയ്യുന്നത് 2 പോൾ മെഷീൻ ആണ്. അപ്പോൾ 2 പോളേ ഉള്ളൂ. ഇത് 2 പോൾ 6 പോൾ 4 പോൾ ഒക്കെ ആകാം. ബട്ട് നമുക്കിപ്പോ പറയാൻ വേണ്ടി ഞാൻ 2 പോളിൻ്റെതാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ നോർത്ത് ആൻഡ് സൗത്ത് 2 പോൾ മെഷീൻ ഉണ്ട്. നമ്മൾ സപ്ലൈ കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? ഈ സ്റ്റാറ്റർ വൈൻഡിങ്ങിൽ എക്സൈറ്റഡ് ആവും, സോ അവിടെ ഒരു കറന്റ് ഫ്ലോ ഉണ്ടാവും. അവിടെ മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യും, റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ഈ നോർത്ത് ആൻഡ് സൗത്ത് ഇങ്ങനെ ഓൾട്ടർനേറ്റ് ആയി റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇതിന്റെ സെന്ററിൽ എന്താ? റോട്ടോർ ഉണ്ട്. ഓക്കെ, റോട്ടോർ മാഗ്നറ്റ് ആണ്. ഇവിടെ ആർമേച്ചർ വൈൻഡിങ്സ് ആണ് സ്റ്റാറ്ററിലുള്ളത്, മാഗ്നറ്റ് ആണ് റോട്ടോറിലുള്ളത്. ഓക്കെ, ഇവിടെ നമ്മൾ ഈ റോട്ടോറിന് ഇലക്ട്രോ മാഗ്നറ്റ് ആണ്. അതെന്താ? നമ്മൾ ആ ഒരു കോയിലിന് വൗണ്ട് ചെയ്തിട്ട് കണ്ടക്ടർ കോയിൽസ് ഉണ്ടാവും. അതിൽ സപ്ലൈ കൊടുക്കുമ്പോൾ മാത്രമേ ഇത് എന്ത് ചെയ്യൂ? എക്സൈറ്റ് ചെയ്യൂ. അപ്പോൾ മാത്രമേ ഇത് മാഗ്നറ്റ് ആയിട്ട് ആക്ട് ചെയ്യൂ. നോർമൽ കേസിൽ ഇത് മാഗ്നറ്റ് ആയിരിക്കില്ല. നമ്മൾ ഈ കോയിലിന് എപ്പോഴാണോ സപ്ലൈ കൊടുക്കുന്നത്, കറണ്ട് കൊടുക്കുന്നത്, അപ്പോഴും മാത്രം എന്ത് ചെയ്യും? ഇത് മാഗ്നറ്റ് ആയിട്ട് ആക്ട് ചെയ്യും. നമ്മൾ ഫസ്റ്റ് ഇതെന്ത് ചെയ്യും? ഇതിനും സപ്ലൈ കൊടുക്കും. നമ്മൾ ഇതിന് സ്റ്റാറ്ററിന് 3 ഫേസ് AC സപ്ലൈ കൊടുക്കും. റോട്ടോറിന് എന്ത് ചെയ്യും? DC സപ്ലൈ ആണ് അപ്ലൈ ചെയ്യുക. ഇതിന് രണ്ടിനും സെപ്പറേറ്റ് സപ്ലൈ വേണം. സോ ഇത് ഡബ്ലി എക്സൈറ്റഡ് എന്നും കൂടി പറയും, ഡബ്ലി എക്സൈറ്റഡ് മെഷീൻ എന്ന് കൂടി പറയും. സിങ്ക്രോണസ് മോട്ടോറിന് നമ്മൾ സ്റ്റാറ്ററിനും സപ്ലൈ കൊടുക്കണം, റോട്ടോറിനും സപ്ലൈ കൊടുക്കണം. റോട്ടോറിന് DC സപ്ലൈ കൊടുക്കും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് AC സപ്ലൈ കൊടുത്തു, റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് അവിടെ ഓൾറെഡി ജനറേറ്റഡ് ആണ്. ദെൻ റോട്ടോറിൽ എന്താ? DC സപ്ലൈ ആണ് അപ്ലൈ ചെയ്യുന്നത്. ഇതും എക്സൈറ്റഡ് ആയി. ഇത് എക്സൈറ്റഡ് ആകുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്ന കറണ്ടിന്റെ ഡയറക്ഷൻ അനുസരിച്ച് എന്ത് ചെയ്യും? അവിടെ നോർത്ത് ആൻഡ് സൗത്ത് പോൾ വരും. ഏത് ഡയറക്ഷനിലാണോ കറണ്ട് കൊടുക്കുന്നത് ആ ഡയറക്ഷൻ അനുസരിച്ച് നോർത്ത് ആൻഡ് സൗത്ത് പോൾ വരും. ഫസ്റ്റ് കേസ് നോക്കൂ. ഈ സ്റ്റാറ്ററിൽ ഉണ്ടായിരുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ നോർത്ത് ആണ് അപ്പറിൽ വരുന്നത്, സൗത്ത് ആണ് ലോവറിൽ വരുന്നത്. ഓക്കെ, ദെൻ ഈ റോട്ടോറിന് നമ്മൾ സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഇതിന്റെ സൗത്ത് ആണ് അപ്പറിൽ വരുന്നത്, നോർത്ത് ആണ് ലോവറിൽ വരുന്നത്. അതിന് ഇൻസ്റ്റന്റ് ചിന്തിച്ചാൽ മതി. അപ്പൊ ഇവിടെ ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ എന്താ? ഈ നോർത്ത് ആൻഡ് സൗത്ത് ഗെറ്റ് അട്രാക്റ്റഡ് അല്ലെ, ഓപ്പോസിറ്റ് പോൾസ് ആണ്, സോ ഗെറ്റ് അട്രാക്റ്റഡ്. അപ്പം ഈ നോർത്ത് മൂവ് ചെയ്യുന്നതനുസരിച്ച് തന്നെ ഈ സൗത്ത് എന്ത് ചെയ്യും? റൊട്ടേറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ ഈ മാഗ്നറ്റിക് ഫീൽഡ് സ്റ്റാറ്ററിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനിൽ തന്നെ ഈ റോട്ടോറും റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും. ബട്ട് അവിടെ ഒരു പ്രോബ്ലം ഉണ്ട്. എന്താ? ഈ റോട്ടോറിനൊരു മൊമെന്റ് ഓഫ് ഇനീഷ്യൽ, ഇതിനൊരു മെക്കാനിക്കൽ ഇനേഴ്ഷ്യ ഉണ്ടാവും. ഇതൊരു മെക്കാനിക്കൽ പാർട്ടാണല്ലോ. ഇവിടെ കറങ്ങുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്താ? റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഓൾറെഡി ജനറേറ്റഡ് ആണ്, അത് ഫാസ്റ്റിൽ കറങ്ങും. ബട്ട് ആ ഒരു സ്പീഡ് ഈ ഒരു റോട്ടോറിന് ക്യാച്ച് ചെയ്യാൻ പറ്റില്ല. ഇത് റൊട്ടേറ്റ് ചെയ്ത് തുടങ്ങുമ്പോഴേക്കും എന്ത് ചെയ്യും? നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഈ ഒരു പോള് 2 പോൾ എന്താ? ഒരു റൊട്ടേഷൻ കഴിഞ്ഞു, ദെൻ സൗത്ത് മേലെ എത്തിയിട്ടുണ്ടാവും, നോർത്ത് ലോവർ പോർഷനിലും വരും. അപ്പോഴേക്കും ഇതിന്റെ റൊട്ടേഷൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല റോട്ടോറിന്റെ. അപ്പൊ എന്താ? ഇവിടെ സൗത്ത് ആൻഡ് സൗത്ത് തന്നെ വീണ്ടും വരും, ഇവിടെ നോർത്ത് ആൻഡ് നോർത്ത് വരും. സോ ഇവിടെ എന്താ? ഗെറ്റ് റിപ്പൽഡ്.
അല്ല, റിപ്പലിംഗ് ആക്ഷൻ വരും. രണ്ടും സെയിം പോളാണ്. സോ ഫസ്റ്റ് ഇത് ക്ലോക്ക് വൈസ് ആണ് റൊട്ടേറ്റ് ചെയ്തത്, ആ ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ സെയിം ഡയറക്ഷനിലാണ് റൊട്ടേറ്റ് ചെയ്തതെങ്കിൽ സെക്കൻഡ് ഹാഫ് ആവുന്ന സമയത്ത് എന്ത് ചെയ്യും? ഇത് ആന്റി ക്ലോക്ക് വൈസ് ആയിരിക്കും റൊട്ടേറ്റ് ചെയ്യുക. ഇവിടെ നോർത്ത് ആൻഡ് സൗത്ത് വരുന്നത് എന്തുകൊണ്ടാ? നോർത്ത് ആൻഡ് സൗത്ത് മാറുന്നത് എന്തുകൊണ്ടാ? സപ്ലൈ കൊടുക്കുന്നത് എ സി ആണ്. എ സി പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ഒരു ഡയറക്ഷൻ ആണെങ്കിൽ നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ വേറെ ഡയറക്ഷൻ ആണ്. അപ്പോഴെന്ത് ചെയ്യും? ഇവിടെ നോർത്ത് ആൻഡ് സൗത്ത് ഓൾട്ടർനേറ്റ് ആയിട്ട് മാറിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പൊ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഇവിടെ നോർത്ത് ആണെങ്കിൽ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ഇവിടെ സൗത്ത് ആണ്. ബട്ട് ആ ഒരു സ്പീഡ്, ആ റൊട്ടേഷൻ സ്പീഡ് ഈ റോട്ടോറിന് ക്യാച്ച് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആദ്യം അത് ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്ത് തുടങ്ങുമ്പോഴേക്കും എന്ത് ചെയ്യും? ഇവിടെ പോള് മാറിയിട്ടുണ്ടാവും, നോർത്ത് ആൻഡ് സൗത്ത് മാറിയിട്ടുണ്ടാവും. അപ്പോഴേക്കത് ആന്റി ക്ലോക്ക് വൈസ് ആയിരിക്കും റൊട്ടേറ്റ് ചെയ്യുക. അപ്പൊ അങ്ങനെ ഈ റോട്ടോർ ക്ലോക്ക് വൈസ് ആന്റി ക്ലോക്ക് വൈസ്, ക്ലോക്ക് വൈസ് ആന്റി ക്ലോക്ക് വൈസ് അങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, ഒരു കണ്ടിന്യൂസ് റൊട്ടേഷൻ കിട്ടില്ല. അതുകൊണ്ടാണ് ഇത് സെൽഫ് സ്റ്റാർട്ടിങ് അല്ല എന്ന് പറയുന്നത്. സ്റ്റാർട്ടിങ്ങിൽ ഇതിങ്ങനെ ഒരു ജർക്കിംഗ് ആയിരിക്കും, രണ്ട് ഡയറക്ഷനിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും, ഒരു കണ്ടിന്യൂസ് റൊട്ടേഷൻ കിട്ടില്ല. ഓക്കെ, ബട്ട് നമ്മളൊരു എക്സ്റ്റേണലി എന്തെങ്കിലും ഒരു മെക്കാനിസം വെച്ച് ഈ ഒരു റോട്ടോറിന് ഒരു സ്റ്റാർട്ടിംഗ് ടോർക്ക് കൊടുക്കുകയാണെങ്കിൽ, ഒരു സ്റ്റാർട്ടിംഗ് കറങ്ങാനുള്ള ടോർക്ക് കൊടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? ഈ നോർത്ത് ആൻഡ് സൗത്ത് പോള് കറങ്ങുന്ന അതേ ഡയറക്ഷനിൽ ഈ റോട്ടോറും കറങ്ങും. എന്ന് വെച്ചാൽ ഈ നോർത്ത് ആൻഡ് സൗത്ത് ഗെറ്റ് ലോക്ക്, ഇത് രണ്ടും അങ്ങ് ലോക്ക് ആവും. കാരണം ഞാൻ പറഞ്ഞ സാലിയൻ പോൾ ടൈപ്പ് ആണ്, പ്രൊജക്റ്റഡ് പോൾസ് ആണ്. അതുപോലെ തന്നെ സ്റ്റാറ്ററിന് ഇങ്ങനെ സ്ലോട്ട്സ് ഉണ്ടാവും. അപ്പൊ ഈ റോട്ടോറിന്റെ പ്രൊജക്റ്റഡ് പോള് ആ സ്റ്റാറ്ററിന്റെ സ്ലോട്ട്സിൽ പോയിട്ട് അങ്ങ് ലോക്ക് ആവും. ലോക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ പ്രോബ്ലം ഇല്ല. ഈ മാഗ്നറ്റിക് ഫീൽഡ്, റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് കറങ്ങുന്ന അതേ സ്പീഡിൽ, സിങ്ക്രോണസ് സ്പീഡിൽ എന്ത് ചെയ്യും? ഈ റോട്ടോറും കറങ്ങും. ഓക്കെ, ഇങ്ങനെയാണ് വർക്കിംഗ് വരുന്നത്. മനസ്സിലായിട്ടുണ്ടോ? ഓക്കെ അല്ലേ? അപ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ സ്റ്റാർട്ടറിന് 3 ഫേസ് എ സി സപ്ലൈ കൊടുക്കും. നിങ്ങൾ എക്സാമിന് എഴുതുന്ന സമയത്ത് ഫസ്റ്റ് കൺസ്ട്രക്ഷൻ പറയണം. നമ്മൾ സ്റ്റാർട്ടറിൽ ആർമേച്ചർ വൈൻഡിങ്സ് ആണുള്ളത്, റോട്ടോറിൽ മാഗ്നറ്റ് ആണുള്ളത്. സ്റ്റാർട്ടറിന് എ സി സപ്ലൈ ആണ് കൊടുക്കുക, 3 ഫേസ് എ സി സപ്ലൈ ആണ് കൊടുക്കുക. റോട്ടോറിന് ഡി സി സപ്ലൈ ആണ് കൊടുക്കുക. അപ്പൊ എ സി സപ്ലൈ കൊടുക്കുന്ന സമയത്ത് സ്റ്റാർട്ടറിൽ ഒരു റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യും. റോട്ടോറിൽ എന്താ, നമ്മൾ ഒരു എക്സൈറ്റേഷൻ കൊടുക്കുന്ന സമയത്ത് അവിടെ എന്തൊരു നോർത്ത് ആൻഡ് സൗത്ത് പോൾസ് ക്രിയേറ്റഡ് ആവും. ഓക്കെ, അപ്പൊ നോർമലി ഇത് സെൽഫ് സ്റ്റാർട്ടിംഗ് അല്ല. അതുകൊണ്ട് എന്താ, ഈ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് റിവോൾവ് ചെയ്യുന്ന അതേ സ്പീഡിൽ റോട്ടോറിന് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റില്ല. അതിനൊരു മാഗ്നറ്റിക് ഇനേഷ്യ ഉണ്ടാവും. ഓക്കെ, അതുകൊണ്ട് എന്ത് ചെയ്യും? ഇത് ഫസ്റ്റ് ഹാഫ് സൈക്കിൾ ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്താൽ നെക്സ്റ്റ് ഹാഫ് സൈക്കിൾ ആന്റി ക്ലോക്ക് വൈസ് ആയിരിക്കും റൊട്ടേറ്റ് ചെയ്യുക. അപ്പൊ അങ്ങനെ ഒരു റൊട്ടേഷൻ ആണ് ഉണ്ടാവുക. അപ്പോഴെന്താ, ഒരു കണ്ടിന്യൂസ് റൊട്ടേഷൻ കിട്ടില്ല. സോ നമുക്ക് എന്ത് ചെയ്യണം? ഒരു എക്സ്റ്റേണലി നമുക്ക് ഒരു റൊട്ടേഷൻ സ്പീഡ് അല്ലെങ്കിൽ റൊട്ടേഷൻ ടോർക്ക് കൊടുക്കാൻ വേണ്ടി ഒരു എക്സ്റ്റേണൽ മെക്കാനിസം നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. നമ്മൾ എക്സ്റ്റേണലി എന്തെങ്കിലും ഒരു ചെറിയ ഡി സി മോട്ടോറോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും അറേഞ്ച്മെന്റ് വെച്ചിട്ട് എന്ത് ചെയ്യും? ഈ റോട്ടോറിന് ഒരു കറക്കം കൊടുക്കും, സ്റ്റാർട്ടിംഗ് ടോർക്ക് കൊടുക്കും. ആ സ്റ്റാർട്ടിംഗ് ടോർക്ക് ഇതിന് കിട്ടിക്കഴിഞ്ഞാൽ then എന്ത് ചെയ്യും? ഇത് റൊട്ടേറ്റ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? അത് ഈ മാഗ്നറ്റിക്, ഈ നോർത്ത് ആൻഡ് സൗത്ത് പോൾസ് ഗെറ്റ് ലോക്ക്ഡ്, രണ്ടും ലോക്കിംഗ് ആവും. ദെൻ ഈ എക്സ്റ്റേണലി ഉള്ള സ്റ്റാറ്ററിലുള്ള മാഗ്നറ്റിക് ഫീൽഡിന്റെ റൊട്ടേഷന്റെ അതേ സ്പീഡിൽ എന്ത് ചെയ്യും? റോട്ടോറും റൊട്ടേറ്റ് ചെയ്യും. ദാറ്റ് ഈസ് ഇറ്റ് റൊട്ടേറ്റ്സ് അറ്റ് സിങ്ക്രണസ് സ്പീഡ്. ഇങ്ങനെയാണ് അതിന്റെ വർക്കിംഗ് വരുന്നത്. ഓക്കെ, ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നേ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? മോട്ടോഴ്സിന്റെ ഒക്കെ വർക്കിംഗ് ഒക്കെ ബേസിക് പ്രിൻസിപ്പിൾ ഒക്കെ സെയിം ആയിരിക്കും, ബട്ട് അതിലെ കൺസ്ട്രക്ഷനിൽ വരുന്ന ചെറിയ ചെറിയ വേരിയേഷൻസ് ഒക്കെ ഉണ്ടാവും. അത് വെച്ചാണ് ആ ക്ലാസിഫിക്കേഷൻ വരുന്നത്. അപ്പൊ കൺഫ്യൂസിങ് ആകാൻ പാടില്ല. ഡി സി മോട്ടോർ നോക്കി, എ സി മോട്ടോറിൽ ഇൻഡക്ഷൻ ടൈപ്പ് നോക്കി, ഇപ്പൊ നോക്കുന്നത് സിങ്ക്രണസ് ടൈപ്പ് ആണ്. ഓരോന്നിന്റെയും വർക്കിംഗ് സ്പെസിഫിക് ആയിട്ട് തന്നെ ഓർത്ത് വെക്കണം കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, നിങ്ങൾ പഠിച്ചു നോക്കുക. പഠിക്കുമ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടാ. അപ്പൊ നമ്മൾ എ സി മോട്ടോഴ്സ് ഫിനിഷ് ആയേ. എ സി മോട്ടോഴ്സിൽ എന്താ, സ്ക്വിറൽ ഗേജ് ഇൻഡക്ഷൻ മോട്ടോറും പറഞ്ഞു. അതിന്റെ നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ, എക്സാമിന് വർക്കിംഗ് പ്രിൻസിപ്പിൾ ചോദിക്കുകയാണെങ്കിൽ അത് ഫിഗർ വരക്കുക, അതിന്റെ കൺസ്ട്രക്ഷൻ പറയാ, ദെൻ അതിന്റെ വർക്കിംഗ് പറയാം. ഇത് പറയുന്ന സമയത്ത് എന്തായാലും നിങ്ങൾ ആ മ്യൂച്വൽ ഇൻഡക്ഷൻ ആൻഡ് ലോറൻസ് ഫോഴ്സ്, ആ 2 പോയിന്റ് എന്തായാലും പറയണം.
ഇങ്ങനത്തെ ടെക്നിക്കൽ വേർഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടുള്ളൂ. ഓക്കെ, ഇതിന്റെ ശരിക്കും ബേസിക് പ്രിൻസിപ്പിൾ എന്താ? മ്യൂച്വൽ ഇൻഡക്ഷൻ പ്ലസ് ലോറൻസ് ഫോഴ്സ് ആണ്. അതെന്തായാലും പറയണം. ദെൻ സിങ്ക്രണസ് മോട്ടോഴ്സ് ആണ് വരുന്നത്. ഓക്കെ, അതിലൊന്ന് പറയണം, അത് സെൽഫ് സ്റ്റാർട്ടിങ് അല്ല, അത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി എക്സ്റ്റേണലി ഒരു മെക്കാനിസം ആവശ്യമാണ്. ഡിഫറെന്റ് സ്റ്റാർട്ടിങ് മെത്തേഡ്സ് ഒക്കെ ഉണ്ട്, അത് നിങ്ങൾക്ക് ഇപ്പം വേണ്ട, നിങ്ങൾക്ക് ജസ്റ്റ് വർക്കിംഗ് മാത്രം മതി. ഈ ഫിഗർ വരക്കുക, അതിന്റെ വർക്കിംഗ് പറയാം. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ബ്രഷ്ലെസ് ഡി സി മോട്ടോർ ആണ്. കേട്ടിട്ടുണ്ടോ ബ്രഷ്ലെസ് ഡി സി മോട്ടോർ? കുറെ കൺട്രോൾ സർക്യൂട്ട്സിലുള്ള ആപ്ലിക്കേഷൻസിനൊക്കെ യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇതിന്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്തായിരിക്കും? ബ്രഷ്ലെസ് ഡി സി മോട്ടോറിന്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്തായിരിക്കും? ആ ഒരു പേര് തന്നെ ഉണ്ട് അത്. സ്പാർക്ക് എന്തുകൊണ്ട് ഉണ്ടാവില്ല? സ്പാർക്ക് ഉണ്ടാവില്ല, എന്തുകൊണ്ട്? എന്താ ഇവിടെ ഇല്ലാത്തത്? ബ്രഷസ് ഇല്ല ആൻഡ് കമ്മ്യൂട്ടേറ്റേഴ്സ് ഒന്നും ഇല്ല. ഇത് ഡി സി മോട്ടോഴ്സ് ആണ്, ബട്ട് ഇവിടെ ബ്രഷും കമ്മ്യൂട്ടേറ്റേഴ്സും ഒന്നും ഇല്ല. ഓക്കെ, അതുകൊണ്ട് എന്താ? ലെസ് മെയിൻ്റനൻസ് ആയിരിക്കും. നമുക്ക് ഈ ബ്രഷസിന്റെ കമ്മ്യൂട്ടേറ്ററിന്റെ ഏരിയയിലൊക്കെ നിങ്ങൾ പറയുന്ന സ്പാർക്കും അങ്ങനത്തെ പ്രശ്നമൊക്കെ വരുന്നതുകൊണ്ട് ഈ മോട്ടോഴ്സിന് നല്ല മെയിൻ്റനൻസ് വേണ്ടി വരും. ബട്ട് ബ്രഷ്ലെസ് ആണെങ്കിൽ മെയിൻ്റനൻസ് കുറവായിരിക്കും. ഓക്കെ, പിന്നെ വേറെയും കുറെ ആപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പൊ ഇവിടെ ബ്രഷ്ലെസ് ഡി സി മോട്ടോഴ്സ് ആണെങ്കിൽ റോട്ടോർ പെർമനന്റ് മാഗ്നറ്റ് ആയിരിക്കും. ഇത്ര നേരം നമ്മൾ പറഞ്ഞതിലൊക്കെ റോട്ടോർ വരുന്നത് മാഗ്നറ്റ് ആണെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റ് ആയിരിക്കും. ഇലക്ട്രോ മാഗ്നറ്റ് ഇൻ ദ സെൻസ് അത് മാഗ്നറ്റ് ആയിട്ട് ആക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ഒരു സപ്ലൈ കൊടുക്കണം അതിന്. ആ കോയിലിൽ കൂടെ കറണ്ട് ഫ്ലോ ചെയ്താൽ മാത്രമേ അത് മാഗ്നറ്റ് ആയിട്ട് ആക്ട് ചെയ്യുള്ളൂ. ഓക്കെ, ബട്ട് പെർമനന്റ് മാഗ്നറ്റ് ആണെങ്കിൽ അത് ഇറ്റ് സെൽഫ് മാഗ്നറ്റിക് ആക്ഷൻ ആയിരിക്കും. ഓക്കെ, നമ്മൾ എക്സ്റ്റേണലി അങ്ങനെ സപ്ലൈ കൊടുത്തൊന്നും അതിന് മാഗ്നറ്റൈസ്ഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഇതിന്റെ സ്റ്റാർട്ടർ കണ്ടെയ്ൻസ് ആർമേച്ചർ വൈൻഡിങ്സ് ആൻഡ് ദേ ആർ ഇലക്ട്രോണിക്കലി കമ്മ്യൂട്ടേറ്റഡ് മോട്ടോഴ്സ്. And a mechanical commutator is replaced by an inverter and a closed loop control. The controller provides pulses of current to the starter windings. ഇവിടെ ആക്ച്വലി എന്താണെന്ന് വെച്ചാൽ ഇവിടെയുള്ള കമ്മ്യൂട്ടേറ്ററും ബ്രഷസും റിമൂവ് ചെയ്ത് വെക്കും. ഓക്കെ, അത് നമ്മൾ അതിന് പകരമായിട്ട് എന്താ ഇൻവെർട്ടർ അല്ലെങ്കിൽ ക്ലോസ് ലൂപ്പ് കൺട്രോളറിലുള്ള ഇൻവെർട്ടേഴ്സ് ഒക്കെയാണ് യൂസ് ചെയ്യുക. പിന്നെ അതിന്റെ വർക്കിംഗ് പറഞ്ഞുതരാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതൊരു ഫിഗറാണ്. എല്ലാ മോട്ടോഴ്സിന്റെയും ഫിഗേഴ്സ് ഏകദേശം നിങ്ങൾക്ക് ഒരേപോലെ തോന്നും, ബട്ട് അതിൽ ആ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള വേരിയേഷൻ എന്താണെന്ന് മനസ്സിലാക്കി പഠിക്കണം കേട്ടോ, കൺഫ്യൂസിങ് ആകാൻ പാടില്ല. ഓക്കെ, ഇതിപ്പം ഒരു ബ്രഷ്ലെസ് ഡി സി മോട്ടോറിന്റെ ഫിഗർ ആണ്. ഇതിൽ മെയിൻ ആയിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്താ? അതിന്റെ റോട്ടോർ പെർമനന്റ് മാഗ്നറ്റ് ആണ്. പെർമനന്റ് മാഗ്നറ്റ് ആണ്, നോർത്ത് ആൻഡ് സൗത്ത് ഉള്ള പെർമനന്റ് മാഗ്നറ്റ് ആണ്. ദെൻ ഇതിന് ഇതുപോലെ കുറെ ആർമേച്ചർ വൈൻഡിങ്സ് ഉണ്ട്, അതൊക്കെ ഇതുപോലെ കോയിൽ കണക്റ്റഡ് ആയിരിക്കും. ആർമേച്ചർ വൈൻഡിങ്സ് ഉണ്ട്. ഇവിടെ നമ്മൾ നോർമലി എ സി മോട്ടോഴ്സിന്റെ കേസിലൊക്കെ എ സി സപ്ലൈ കൊടുക്കുന്നതുകൊണ്ടാണ് എന്ത് ആ ഒരു ഓൾട്ടർനേറ്റിംഗ് ആയിട്ടുള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഒക്കെ വരുന്നത്. ഓക്കെ, ഡി സി മോട്ടോഴ്സ് നമ്മൾ എന്താ കൊടുക്കുന്നത്? ഡി സി സപ്ലൈ ആണ് കൊടുക്കുന്നത്. ബട്ട് ഇവിടെ ഡി സി കൊടുക്കുന്നുണ്ടെങ്കിലും എന്താ അതൊരു സെമി കണ്ടക്ടർ സ്വിച്ചിങ് വഴിയാണ് കൊടുക്കുക. അപ്പൊ അങ്ങനെയാകുമ്പോൾ നമുക്ക് ഡി സി സപ്ലൈ ആണെങ്കിലും ഇതിന് ഇൻപുട്ട് വരുന്നത് ഒരു ട്രയാങ്കുലർ പൾസ് ആയിരിക്കും. ഓക്കെ, ഒരു എന്താ പറയുക, ഒരു ഹയർ വാല്യൂ സീറോ വാല്യൂ, ഹയർ വാല്യൂ സീറോ വാല്യൂ, അതുപോലെ സ്വിച്ചിങ് ആയിട്ടുള്ള ഒരു ഇൻപുട്ടാണ് ഇതിന് കിട്ടുക. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ എന്താ നമുക്കൊരു ക്ലിയർ ആവുന്നുണ്ടോ? ഡയറക്റ്റ് നമ്മൾ ഡി സി ആണ് കൊടുക്കുന്നതെങ്കിലും നമുക്ക് ഇവിടെ ഒരു എഫക്ട് വരും, ഒരു എ സിന്റെ എഫക്ട് വരും. എന്തുകൊണ്ടാ? ഡി സി ഡയറക്റ്റ് കൊടുക്കില്ല. ഡി സി ഒരു സെമി കണ്ടക്ടർ സ്വിച്ചസ് വഴി കൺട്രോൾഡ് ആയിട്ട്, ഇവിടെ പറഞ്ഞു എന്താ ഇൻവെർട്ടർ ഇവിടെ കമ്മ്യൂട്ടറേറ്റർ ആയിട്ട് റീപ്ലേസ് ചെയ്യുന്നത് ഒരു ഇൻവെർട്ടർ ആണ്. ഇൻവെർട്ടർ എന്ന് വെച്ചാൽ ഒരു സെമി കണ്ടക്ടർ ഡിവൈസ് ആണ്. ഓക്കെ, അതിൽ സ്വിച്ചിങ് ആണ് ഉണ്ടാവുക, ഓൾട്ടർനേറ്റ് സ്വിച്ചസ് ഉണ്ടാവും, അത് സ്വിച്ച് ചെയ്യുക. അപ്പൊ സ്വിച്ച് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ഇവിടെ ഒരു ട്രെപ്പിസോഡൽ ആയിട്ടുള്ള ഒരു വേവ് ഫോം ആണ് കിട്ടുക. അതൊരു ഹയർ വാല്യൂ ഉണ്ടാവും, ദെൻ സീറോയിലേക്ക് വരും, ഹയർ സീറോ, ആ ഒരു റേഞ്ചിൽ ഇവിടെ സ്വിച്ച് ഓൺ ഓഫ് ചെയ്യും. അതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു എ സി വേവ് ഫോം പോലെയാണ് ഇവിടെ ആക്ട് ചെയ്യുക. ആ ഒരു സപ്ലൈ ആണ് ഇതിന്റെ ആർമേച്ചർ വൈൻഡിങ്സിൽ കൊടുക്കുക. ഓക്കെ, അത് ഞാനിവിടെ പറയാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. വർക്കിംഗ് ഓഫ് ബ്രഷ്ലെസ് ഡി സി മോട്ടോർ എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, BLDC motor works on the principle of similar to that of a brushed DC motor. Working principle ഒക്കെ same ആണ്. Okay, the Lorentz force law which it states that whenever a current carrying conductor placed in a magnetic field, it experiences a force. ഇവിടെയും വർക്കിംഗ് പ്രിൻസിപ്പിൾ സെയിം ആണ്. എന്താ? ലോറൻസ് ഫോഴ്സ് ആണ് ആക്ട് ചെയ്യുന്നത്. എന്താ വെച്ചാൽ
ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ പറയുന്നത് പോലെ whenever a current carrying conductor placed in a magnetic field it experiences a force. അത് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ഓക്കെ, ബട്ട് അതിന്റെ കൺസ്ട്രക്ഷനിൽ വ്യത്യാസമുണ്ട്. ആ ഒരു നോർമൽ ഡി സി മോട്ടോഴ്സിൽ എന്താ ബ്രഷസ് ഉണ്ടാവും, കമ്മ്യൂട്ടേറ്റേഴ്സ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അവിടെ ജനറേറ്റ് ചെയ്യുന്ന എ സിന് ഡി സി ആക്കാനും ആ കൺവേർഷൻ ഒക്കെ ആ കമ്മ്യൂട്ടേറ്റർ ഒക്കെയാണ് ചെയ്യുക. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല. കമ്മ്യൂട്ടേറ്ററിനൊക്കെ പകരം അത് റീപ്ലേസ് ചെയ്തിട്ട് സെമി കണ്ടക്ടർ ഡിവൈസസ് ആയിരിക്കും ഉണ്ടാവുക. ഇൻവെർട്ടർ ഒക്കെ പോലെയുള്ള ഡിവൈസസ് ആണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ബ്രഷ്ലെസ് ഡി സി മോട്ടോറിനെ നല്ലോണം കൺട്രോൾ ചെയ്യാൻ പറ്റും. നമുക്ക് എന്തെങ്കിലും ഒരു വലിയ സർക്യൂട്ടറിയിലൊക്കെ ഇതിനെടുത്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും. കാരണം നല്ലോണം കൺട്രോളിങ് ആക്ഷൻ പോസിബിൾ ആണ്. Okay, as a consequence of reaction force, the magnetic field experience an equal and opposite force. Okay, ആ ഒരു ഓപ്പോസിറ്റ് ഫോഴ്സ് ആണ് അവിടെ റൊട്ടേറ്റിംഗ് ടോർക്ക് ആയിട്ട് വരുന്നത്. പറയാം. In the BLDC motor, the current carrying conductor is stationary and the permanent magnet is moving. BLDC മോട്ടോറിന്റെ കേസിൽ ഇങ്ങനെ കറണ്ട് ക്യാരി ചെയ്യുന്ന കണ്ടക്ടേഴ്സ് ഒക്കെ സ്റ്റേഷനറി ആയിരിക്കും. ഈ പെർമനന്റ് മാഗ്നറ്റ് ആണ് എന്ത് റൊട്ടേറ്റിംഗ് പോർഷൻ വരുന്നത്. സോ ഇതാണ് റോട്ടോർ. ഓക്കെ, when the stator coils get supply from the source, it becomes electromagnet and starts producing the uniform field in the air gap. അപ്പൊ എപ്പോഴാണോ നമ്മൾ ഈ സ്റ്റാറ്ററിലുള്ള ഈ വൈൻഡിങ്സിൽ കൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നത്, അപ്പൊ എന്ത് ചെയ്യും, ഇത് ഇലക്ട്രോ മാഗ്നറ്റ് ആവും. അതിന്റെ ഇവിടെ മാഗ്നറ്റൈസേഷൻ നടക്കും. ഇതിന്റെ ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ഇത് ഈ ഒരു എയർ ഗ്യാപ്പിൽ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, through the source of supplies DC, switching makes to generate an AC voltage waveform with a trapezoidal shape. ഞാൻ പറഞ്ഞു ഡി സി ആണ് സപ്ലൈ എങ്കിലും നമ്മളിവിടെ സെമി കണ്ടക്ടർ സ്വിച്ചസ് യൂസ് ചെയ്തിട്ട് സ്വിച്ചിങ് കൊടുക്കും. സ്വിച്ചിങ് കൊടുക്കുന്ന സമയത്ത് അവിടെ കിട്ടുന്നത് ഒരു ട്രപ്പിസോഡൽ ഷേപ്പ് ആയിട്ടുള്ള ലൈക്ക് ഒരു എ സി വേവ് ഫോം ആയിരിക്കും കിട്ടുക. ഓക്കെ, ഡ്യൂ ടു ദ ഫോഴ്സ് ഓഫ് ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ദി ഇലക്ട്രോമാഗ്നറ്റ് സ്റ്റാറ്റർ ആൻഡ് പെർമനന്റ് മാഗ്നറ്റ് റോട്ടോർ, ദ റോട്ടോർ കണ്ടിന്യൂസ് ടു റൊട്ടേറ്റ്. ഇപ്പൊ ഇവിടെ എന്താ ഒരു ഇലക്ട്രോമാഗ്നറ്റ് വരുന്നുണ്ട്, സപ്ലൈ കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു സ്റ്റേഷനറി റോട്ടോറും ഉണ്ട്, ഒരു സ്റ്റേഷനറി പെർമനന്റ് മാഗ്നറ്റും ഉണ്ട്. ഇത് രണ്ടും തമ്മിലുള്ള ഒരു മാഗ്നറ്റിക് ഇന്ററാക്ഷൻ. ഇവിടെ എന്താ, ഇവിടെ സപ്ലൈ കൊടുക്കുന്ന സമയത്ത് ഇവിടെയും നോർത്ത് ആൻഡ് സൗത്ത് പോൾ വരും. ഇവിടെ ഓൾറെഡി നോർത്ത് ആൻഡ് സൗത്ത് പോൾ പെർമനന്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇവിടെ വരുന്ന നോർത്ത് ആൻഡ് സൗത്ത് പോളിന് അനുസരിച്ച് ഇവിടെ എന്ത് ചെയ്യും, റൊട്ടേഷൻ വരും. കാരണം സെയിം പോൾ വരുന്ന സ്ഥലത്ത് റിപ്പൽഷൻ വരും, ഓപ്പോസിറ്റ് പോൾസ് വരുന്ന സമയത്ത് അട്രാക്ഷൻ വരും. അപ്പൊ ആ ഒരു റിപ്പൽഷൻ ആൻഡ് അട്രാക്ഷൻ, ഈ രണ്ട് മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള ഇന്ററാക്ഷൻ കാരണം എന്ത് ചെയ്യും, ഈ റോട്ടോർ റൊട്ടേറ്റ് ചെയ്യും. അങ്ങനെയാണ് അവിടെ സംഭവിക്കുന്നത്. ഓക്കെ, ഇതെന്താണ്, with the switching of winding as high and low signals, the corresponding winding energized as north and south poles. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു, ഡി സി ഡയറക്റ്റ് കൊടുക്കുകയല്ല ചെയ്യുന്നത്. ഡി സി വാല്യൂ ഒരു ഹയർ വാല്യൂ കൊടുക്കും, സീറോ ഹയർ സീറോ, അങ്ങനെയാണ് സ്വിച്ചിങ് ചെയ്യുക. ഹൈ സീറോ എന്ന് വെച്ച് സ്വിച്ച് ചെയ്യും. അപ്പൊ സ്വിച്ച് ചെയ്യുന്ന സമയത്ത് ഹൈ വാല്യൂ ഓഫ് ഡി സി കിട്ടുന്ന സമയത്ത് അത് നോർത്ത് ആയിട്ടും ലോ വാല്യൂ ആവുന്ന സമയത്ത് അത് സൗത്ത് പോൾ ആയിട്ടും ആക്ട് ചെയ്യും. ഓക്കെ, അത് ആ ഒരു എ സി വേവ് ഫോമിന്റെ എഫക്ട് തന്നെ വരും. അപ്പോഴെന്ത് ചെയ്യും, ഈ ഓരോ സ്റ്റാറ്റർ വൈൻഡിങ്ങിൽ കറസ്പോണ്ടിങ് നോർത്ത് സൗത്ത് പോൾസ് വരും, ഇലക്ട്രോമാഗ്നറ്റൈസ്ഡ് ആയിട്ട് വരും. ഇതൊരു ഇലക്ട്രോമാഗ്നറ്റ് ആണ്. നമ്മൾ കറണ്ട് കൊടുക്കുന്ന സമയത്ത് അതിനനുസരിച്ച് ഇവിടെ നോർത്ത് ആൻഡ് സൗത്ത് ഓൾട്ടർനേറ്റ് പോൾസ് വരും. ഓക്കെ, പിന്നെ ഇവിടെ ഓൾറെഡി എന്താ ഉള്ളത്, പെർമനന്റ് മാഗ്നറ്റ് ഉണ്ട്, അതിന് ഓൾറെഡി ഒരു നോർത്ത് ആൻഡ് സൗത്ത് പോൾ ഉണ്ട്. അപ്പൊ ഈ കമ്പൈൻഡ് ആയിട്ടുള്ള ആ ഒരു ഇന്ററാക്ഷൻ കൊണ്ട് എന്ത് ചെയ്യും, ഈ റോട്ടോർ റൊട്ടേറ്റ് ചെയ്യും. Okay. The permanent magnet of the rotor with the north and south poles align with the stator poles, which causes the motor to rotate. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ ഈ സ്റ്റാറ്റർ വൈൻഡിങ്ങിന് സപ്ലൈ കൊടുത്തു, ഇവിടെ സൗത്ത് വന്നു, ഇവിടെ നോർത്താ വന്നേന്ന് വെച്ചോ. ഇങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താ സൗത്തും, ഇവിടെ സൗത്ത് ഇവിടെ നോർത്താണുള്ളത്. ഈ പെർമനന്റ് മാഗ്നറ്റിന്റെ സൗത്ത് ഇവിടെയല്ലേ ഉള്ളത്, പറഞ്ഞുതരാം. ഇപ്പൊ ഞാൻ ഇവിടെ സപ്ലൈ കൊടുക്കുന്ന സമയത്ത് ഇവിടെ നോർത്ത് വന്നു, ഓക്കെ, ഇവിടെ സൗത്ത് വന്നു. ദെൻ ഇവിടെ പെർമനന്റ് മാഗ്നറ്റിന്റെ സൗത്ത് ഈ ഒരു ഏരിയയിലാണ് ഉള്ളത്. അപ്പൊ ഇവിടെ എന്താ നോർത്ത് ആൻഡ് സൗത്ത് ഗെറ്റ് അട്രാക്റ്റഡ്, ഇവിടെ എന്താ നോർത്ത് ആൻഡ് സൗത്ത് ഗെറ്റ് അട്രാക്റ്റഡ്. സോ ഇതിന് ഈ ഡയറക്ഷനിലേക്ക് ഒരു മൂവ്മെന്റ് വരും ഈ റോട്ടോറിന്. ഓക്കെ, ഇവിടെ നോർത്ത് ആൻഡ് സൗത്ത് അട്രാക്ട് ചെയ്യും, ഇവിടെ നോർത്ത് ആൻഡ് സൗത്ത് അട്രാക്ട് ചെയ്യും. സോ ഈ ഡയറക്ഷനിലേക്ക് ഒരു മൂവ്മെന്റ് വരും, ആ ഡയറക്ഷനിൽ ഒരു റൊട്ടേഷൻ വരും. ഇനി വേറൊരു കേസ് വരുന്നത്, ഇവിടെ സൗത്ത് വരും, ഇവിടെ നോർത്ത് വരും, അത് ഓൾട്ടർനേറ്റ് ആയിട്ട് മാറിക്കൊണ്ടേയിരിക്കെ. അപ്പൊ ഇവിടെ സൗത്ത് ആൻഡ് സൗത്ത് ആകുമ്പോൾ ദീസ് ടു പോൾസ് ഗെറ്റ് റിപ്പൽഡ്, ആൻഡ് ഇവിടെ നോർത്ത് ആൻഡ് നോർത്ത് ആകുമ്പോൾ ദീസ് ടു പോൾസ് ഗെറ്റ് റിപ്പൽഡ്. അപ്പോൾ അതിന്റെ ഡയറക്ഷൻ എന്താ, ഈ ഡയറക്ഷനിലേക്ക് ഒരു റൊട്ടേഷൻ വരും.
മനസ്സിലായോ? എല്ലാരും അവിടെ തന്നെ ഇല്ലേ? ക്ലിയർ ആവുന്നില്ലേ? കുറെ മോട്ടോഴ്സ് ഒപ്പരം പറയുമ്പോൾ കൺഫ്യൂസിങ് ആവുന്നുണ്ടോ? എന്തെങ്കിലും ഡൗട്ട് വരുവാണെങ്കിൽ ചോദിക്കുക കേട്ടാ. നിങ്ങൾക്ക് ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ട് നിങ്ങൾ ഈ PPT വെച്ചൊന്ന് പഠിക്കുക. എന്നിട്ട് പഠിക്കുമ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ? ഇതിപ്പോ മനസ്സിലായിട്ടുണ്ടോ? ബ്രഷ്ലെസ് DC മോട്ടോർ ആണെങ്കിൽ ഇങ്ങനെയാണ്. ഇതിന്റെ സ്റ്റാർട്ടറിൽ എന്താ ആർമേച്ചർ വൈൻഡിങ്സ് ഉണ്ടാവും. റോട്ടോർ പെർമനന്റ് മാഗ്നറ്റ് ടൈപ്പ് ആണ്. ഓക്കെ, നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതിന്റെ സ്റ്റാർട്ടറിന് DC സപ്ലൈ കൊടുക്കും. അപ്പൊ ഇവിടെ വ്യത്യാസം എന്താ വെച്ചാൽ DC സപ്ലൈ ഡയറക്റ്റ് അല്ല കൊടുക്കുന്നത്, ബ്രഷ്ലെസ് DC മോട്ടോർ ആണ്. സോ ഇവിടെ കമ്മ്യൂട്ടേറ്റേഴ്സ് ഒക്കെ ഇൻവെർട്ടർ ആയിട്ടാണ് റീപ്ലേസ് ചെയ്യുന്നത്. കമ്മ്യൂട്ടേറ്റേഴ്സും ബ്രഷസ് ഒക്കെ പകരമായിട്ട് ഇവിടെ യൂസ് ചെയ്യുന്നത് സെമി കണ്ടക്ടർ സ്വിച്ചസ് ആണ്. ഓക്കെ, അപ്പൊ കൊടുക്കുന്ന DC ഡയറക്റ്റ് ആയിട്ടല്ല വരിക. ആ DC ഒരു സ്വിച്ചിങ്ങില് ഇപ്പം സ്വിച്ച് ഓൺ ആണെങ്കിൽ ഹൈ വാല്യൂ ഇപ്പൊ 5 വോൾട്ട് ആണ് ഒരു എക്സാമ്പിൾ, 5 വോൾട്ട് ആണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ആ സ്വിച്ച് ഓൺ ആണെങ്കിൽ മീൻസ് ആ സ്വിച്ച് ക്ലോസ്ഡ് ആണെങ്കിൽ 5 വോൾട്ട് ഔട്ട്പുട്ടിൽ കിട്ടും, അത് ഇവിടെ കിട്ടും. ഇനി ആ സ്വിച്ച് ഓപ്പൺ ആണെങ്കിൽ 0 വരും. ഇപ്പൊ സ്വിച്ച് ഓൺ ഓഫ് ചെയ്യുന്ന അനുസരിച്ച് ഇവിടെ കിട്ടുന്നത് നമുക്കൊരു ട്രപ്പിസോയിഡൽ ഷേപ്ഡ് ആയിട്ടുള്ള ഒരു വേവ് ഫോം ആയിരിക്കും, ജസ്റ്റ് ലൈക്ക് AC വേവ് ഫോം ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ആ ഒരു ഹയർ വാല്യൂ എപ്പോഴാണ് ഇവിടെ കിട്ടുന്നത് അപ്പോഴത് നോർത്ത് ആയിട്ട് ആക്ട് ചെയ്യും, ലോവർ ആകുന്ന സമയത്ത് ഇത് സൗത്ത് ആയിട്ട് ആക്ട് ചെയ്യും. അപ്പൊ ഈ സ്റ്റാർട്ടറിൽ എന്താ നോർത്ത് ആൻഡ് സൗത്ത് ഓൾട്ടർനേറ്റ് ആയിട്ട് വന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, ഈ സ്റ്റാർട്ടറിൽ. ആൻഡ് ഓൾസോ ഇവിടെ റോട്ടർ ആയിട്ടുള്ളത് ഒരു പെർമനന്റ് മാഗ്നറ്റ് ആണ്. പെർമനന്റ് മാഗ്നറ്റിന് ഓൾറെഡി ഒരു നോർത്ത് പോൾ ആൻഡ് സൗത്ത് പോൾ ഉണ്ടാവും. അപ്പം ഈ വൈൻഡിങ്സിന് വരുന്ന നോർത്ത് ആൻഡ് സൗത്ത് പോൾ ഓൾട്ടർനേറ്റ് ആയിട്ട് വരുന്ന നോർത്ത് ആൻഡ് സൗത്ത് പോളിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ റോട്ടോർ എന്ത് ചെയ്യും, റൊട്ടേറ്റ് ചെയ്യും. അത് ആ റിപ്പൾഷൻ ആൻഡ് അട്രാക്ഷൻ കൊണ്ടത് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും. അപ്പൊ അതിന്റെ ഡയറക്ഷൻ ഇപ്പൊ ഏതെങ്കിലും ഒരു ഡയറക്ഷനിലാണെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്തിട്ട് ആ ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യും. ഇതാണ് ബ്രഷ്ലെസ് DC മോട്ടോർ വരുന്നത്. ഇതിന്റെ വർക്കിംഗ് ചോദിക്കും, പിന്നെ ഇതിലധികം ഇതിന്റെ ആപ്ലിക്കേഷൻസ് ഒക്കെയാണ് ചോദിക്കുന്നത്. ഇത് ക്ലിയർ ആയിട്ടില്ലേ വർക്കിംഗ്? ആ പോയിന്റ്സ് ഞാൻ ഇവിടെ പറഞ്ഞിട്ട് നിങ്ങളത് നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, ഇതിന്റെ മെയിൻ അഡ്വാൻറ്റേജസ്, ഇതിനധികം ചോദിക്കുന്നത് അതിന്റെ അഡ്വാൻറ്റേജസ് ആൻഡ് ആപ്ലിക്കേഷൻസ് ആണ്. BLDC മോട്ടോഴ്സിന്റെ അഡ്വാൻറ്റേജസ് ആൻഡ് ആപ്ലിക്കേഷൻസ് ആണ് ചോദിക്കുന്നത്. അത് ബ്രഷ്ലെസ് DC മോട്ടോറിന് തന്നെ പറയണമെന്നില്ല, BLDC മോട്ടോറിനും ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ പറയും. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ എന്താ, ലെസ് മെയിൻ്റനൻസ് ആണ്. ഞാൻ പറഞ്ഞു ബ്രഷസും കമ്മ്യൂട്ടേറ്റേഴ്സ് ഒന്നും ഇല്ല, സോ ലെസ് മെയിൻ്റനൻസ് ആണ്. ഹൈ പവർ ടു വെയിറ്റ് റേഷ്യോ ആണ്, അതിൻ്റെയൊക്കെ ഇത് കുറവായിരിക്കും, എന്നുവെച്ചാൽ വെയിറ്റ് കുറവായിരിക്കും. ഓക്കെ, ദെൻ മോർ കോംപ്ലക്സ് ആൻഡ് കോസ്റ്റ്ലി ഇലക്ട്രോണിക് സർക്യൂട്ട്, അത് വരുന്നത് അതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് അല്ല, അതിന്റെ ഒരു ഫീച്ചർ ആയിട്ട് പറയാം. വെച്ചാൽ ഇലക്ട്രോണിക് സർക്യൂട്ട്സ് വരും, കാരണം ആ സ്വിച്ചിങ് നടക്കണമല്ലോ. DC വാല്യൂ ഡയറക്റ്റ് അല്ല കൊടുക്കുന്നത്, ഇലക്ട്രോണിക് സ്വിച്ചസ് സെമി കണ്ടക്ടർ സ്വിച്ചസ് വെച്ച് ആ സ്വിച്ചിങ് ചെയ്യുന്നത് കൊണ്ട് അവിടെ കോംപ്ലക്സ് ആൻഡ് കോസ്റ്റ്ലി സർക്യൂട്ട് ഉണ്ടാവും. അതൊന്നും നോർമൽ DC മെഷീൻ മോട്ടോറിന്റെ കേസിൽ ഇല്ല. ഓക്കെ, ബ്രഷ് ഉള്ള DC മോട്ടോഴ്സിന്റെ കേസിൽ ആ ഒരു കോംപ്ലക്സ് സർക്യൂട്ടറിന്റെ ആവശ്യമില്ല. ബട്ട് ഇവിടെ അത് ആവശ്യമുണ്ട്. ദെൻ റെഡ്യൂസ്ഡ് നോയ്സ്, ഇൻക്രീസ്ഡ് സ്റ്റെബിലിറ്റി, ലോങ്ങർ ലൈഫ്. ഇതൊക്കെ എന്താ, ഈ ബ്രഷസ് ഇല്ലാത്തതുകൊണ്ട് നോയ്സ് കുറവായിരിക്കും. ഓക്കെ, സ്റ്റെബിലിറ്റി കൂടുതലായിരിക്കും, ലോങ്ങർ ലൈഫ് ആയിരിക്കും, കാരണം ചെറിയ മെയിൻ്റനൻസ് ഒക്കെ ആവശ്യമുള്ളൂ, കൂടുതൽ ലൈഫ് കാലം അത് എത്തും. ഓക്കെ, ബ്രഷസ് ആൻഡ് കമ്മ്യൂട്ടേറ്റർ ഉണ്ടെങ്കിൽ അതൊക്കെ പ്രശ്നമാണ്, നോയ്സ് ഉണ്ടാവും വർക്ക് ചെയ്യുന്ന സമയത്ത്, അതിനൊരു സ്റ്റെബിലിറ്റി ഉണ്ടാവില്ല, ദെൻ ലോങ്ങർ ലൈഫ് ആയിരിക്കില്ല, കണ്ടിന്യൂസ് മെയിൻ്റനൻസ് ആവശ്യമായിരിക്കും. അതൊന്നും ഇവിടെ ആവശ്യമില്ല. ദെൻ മോർ എഫിഷ്യന്റ് ദാൻ ബ്രഷ്ഡ് DC മോട്ടോർ. ബ്രഷ്ഡ് DC മോട്ടോറിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് എഫിഷ്യന്റ് ആണ്, ഇതിന്റെ എഫിഷ്യൻസി ഹയർ ആണ്. ഓക്കെ, അതിന്റെ സ്വിച്ചിങ്, അതിന്റെ റൊട്ടേഷനും അതൊക്കെ നല്ല പ്രിസൈസ് ആയിട്ട് ചെയ്യാൻ പറ്റും, എഫിഷ്യന്റ് ആയിട്ട് അത് വർക്ക് ചെയ്യും. ഇതിന്റെ ആപ്ലിക്കേഷൻസ് എവിടേക്കാന്ന് വെച്ചാൽ കമ്പ്യൂട്ടർ ഹാർഡ് ഡ്രൈവ്സിൽ, CD DVD പ്ലെയേഴ്സിൽ, സ്മോൾ കൂളിംഗ് ഫാൻസ് ഇൻ ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സ്, സീലിംഗ് ഫാൻസ് ഇൻ ട്രെയിൻസ്, ഹൈ പവർ BLDC മോട്ടോഴ്സ് യൂസ്ഡ് ഇൻ ഇലക്ട്രിക് ഹൈബ്രിഡ് വെഹിക്കിൾസ്, CNC മെഷീൻസ്, ടൂൾ ഡ്രൈവ്സ് എക്സെട്ര. ഓക്കെ, ഇതൊക്കെയാണ് ഇതിന്റെ ആപ്ലിക്കേഷൻ വരുന്നത്. നിങ്ങളിപ്പം പ്രൊജക്റ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് അതിലൊക്കെ അധികം നിങ്ങൾ യൂസ് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് അധികം ഈ BLDC ബേസ്ഡ് ആയിട്ട് കുറേ റിസർച്ചസ് ഒക്കെ വരുന്നുണ്ട്. അതിലൊക്കെ നമുക്ക് ഇതിന് കുറെ ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പം കമ്പ്യൂട്ടർ ഹാർഡ് ഡ്രൈവ്സിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്, CD DVD പ്ലെയേഴ്സിലൊക്കെ.
പിന്നെന്താ ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സിലൊക്കെ അതിന്റെ ഉള്ളിൽ ഒരു കൂളിംഗ് ഫാൻസ് ഉണ്ടാവും. നമുക്ക് കമ്പ്യൂട്ടർ ഒക്കെ ആണെങ്കിൽ അറിയാം, നമുക്ക് അതിലൊരു കൂളിംഗ് ഫാൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ റൊട്ടേറ്റ് ചെയ്യാൻ ബി എൽ ഡി സി മോട്ടോഴ്സ്, അങ്ങനെ ഡിഫറെന്റ് ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സിൽ കൂളിംഗ് ഫാൻസിന് റൊട്ടേറ്റ് ചെയ്യാൻ ബി എൽ ഡി സി മോട്ടോർ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ട്രെയിൻസിലുള്ള സീലിംഗ് ഫാൻസിൽ, പിന്നെ ഇലക്ട്രിക് ആൻഡ് ഹൈബ്രിഡ് വെഹിക്കിൾസിൽ യൂസ് ചെയ്യുന്നുണ്ട്, സി എൻ സി മെഷീൻസിൽ യൂസ് ചെയ്യുന്നുണ്ട്, കമ്പ്യൂട്ടർ ന്യൂമറിക് കൺട്രോൾ മെഷീൻസ്. ഓക്കെ, അവിടെ എന്താ ചെയ്യുന്നത്, നമ്മൾ ന്യൂമറിക്കൽ കോഡിംഗ് വെച്ചിട്ട് മെഷീൻസിനെ റൺ ചെയ്യിക്കുന്നു. ആ മെഷീൻസിലൊക്കെ എന്താ ബി എൽ ഡി സി മോട്ടോഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഫീച്ചേഴ്സ് ആൻഡ് ദിസ് ആപ്ലിക്കേഷൻ അത് ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പം ആപ്ലിക്കേഷൻസ് ഓഫ് ബി എൽ ഡി സി മോട്ടോഴ്സ് എന്നൊക്കെയാണ് ചോദിക്കുക. ഇതിന്റെ വർക്കിംഗ് അധികം ചോദിച്ചു കണ്ടിട്ടില്ല, ബട്ട് വർക്കിംഗ് ചോദിച്ചാൽ എഴുതണം. ഓക്കെ ആണോ? ഈ അവർ ഞാൻ തന്നെയാണ്. ഒന്ന് അറ്റൻഡൻസ് പറഞ്ഞേ, എന്നിട്ട് നമുക്ക് നെക്സ്റ്റ് പറയാം. അല്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും ഇങ്ങനെ സൈലന്റ് ആയിട്ടിരിക്കും. ക്ലിയർ ആയിട്ടില്ലേ? ഹലോ, ക്ലിയർ ആണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ. ഓക്കെ, ഓക്കെ, ഒന്ന് അറ്റൻഡൻസ് പറയും എന്നിട്ട് ഫാസ്റ്റ് ആവുന്നുണ്ടോ? നിങ്ങൾക്ക് അറിയുന്ന കുറച്ച് ടേം ആയതുകൊണ്ടാണ് നിങ്ങളത് കുറച്ച് ഫാസ്റ്റ് ആയിട്ട് എടുക്കുന്നത്. ഇനി പഠിക്കുമ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. റോൾ നമ്പർ 1. Present, Miss. Okay. 2. Present. 3. Present. 4. Present, Miss. 5. Present, Miss. 6. Present. 7. Present. 8. Present, Miss. 9. Present. 10. Present. 11. Present, Miss. 12. Present. 13. 13 present inbox ഇട്ടിട്ടുണ്ട്. Okay. 14. 14 present. 13%. 14. Digin. 14 present. Okay. 15. Present. 16. Present. 17. Present, Miss. 18. Present is 19. Present, Miss. 20. present is 20. Okay. 21. Present. 22. Present, Miss. Okay. 23. Present. 24. 24 or 24. Okay. 25. Present, Miss. 26. Present, Miss. Okay. 27. Present, Miss. Okay. 28. Present. 29. 30. Present. 31. 31. 32. 32. 32 ആരാ? ഉരുഷിത് പി കെ 32 ആബ്സെന്റ് ആണോ? Present, Miss. 32 present. ഓക്കെ, രോഷിത് പി കെ. ഓക്കെ. 33.
Present. 34, Present. 35, Present, Miss. okay, 36, Present, Miss. 37, 37, Absent. 38. Present, Miss. Okay, good. All present ആണല്ലേ? Okay. Up to brushless DC motor okay അല്ലേ? Yes, Miss. Okay. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് സ്റ്റെപ്പോ മോട്ടോഴ്സ് ആണ്. ഓക്കെ, നമ്മളിപ്പോൾ ഇവിടെ ഫസ്റ്റ് ഡി സി മോട്ടോഴ്സ് പറഞ്ഞു, പിന്നെ എ സി മോട്ടോഴ്സ്, അതിൽ തന്നെ ഇൻഡക്ഷൻ ടൈപ്പ് ആൻഡ് സിങ്ക്രണസ് ടൈപ്പ് പറഞ്ഞു, ദെൻ ബ്രഷ്ലെസ് ഡി സി മോട്ടോറും എക്സ്പ്ലെയിൻ ചെയ്തു. ഓക്കെ, ദെൻ വി ഹാവ് ടു ഡിസ്കസ് അബൌട്ട് ദ സ്റ്റെപ്പോ മോട്ടോഴ്സ്. സ്റ്റെപ്പോ മോട്ടോഴ്സ് കേട്ടിട്ടുണ്ടോ? എനിബഡി നോസ്? ആ, എവിടെയൊക്കെ ആപ്ലിക്കേഷൻ എവിടെയെങ്കിലും അറിയോ? Robotics. ആ, റോബോട്ടിക്സിൽ ഉണ്ടാവും. നമ്മളെ ഡെയിലി ലൈഫായിട്ട് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഒരു എക്സാമ്പിൾ പറയാൻ പറ്റുമോ? ആ സ്റ്റെപ്പ് മോട്ടോറിന്റെ ആ ഒരു ഔട്ട്പുട്ടിലുള്ള ആക്ഷൻ എങ്ങനെയാണെന്ന് പറയാൻ പറ്റുന്ന രീതിയിൽ. പ്രിന്ററിലെ പ്രിന്ററിന്റെ, ഓക്കെ ഓക്കെ. ശരിക്കും നമുക്കൊരു സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ വാച്ചിലൊക്കെ, ക്വാർട്സ് വാച്ചിലൊക്കെ യൂസ് ചെയ്യും. വാച്ചിന്റെ ആ ഒരു നീഡിൽ മൂവ്മെന്റ് ഇല്ലേ, ഓരോ ഡിഗ്രിയിൽ ഓരോ സെക്കൻഡ്സിലുള്ള ആ ഒരു നീഡിൽ മൂവ്മെന്റ് വരുന്നില്ലേ, അതുപോലെയാണ് ഇതിന്റെ ഔട്ട്പുട്ട് ആക്ഷൻ ഉണ്ടാവുക. കണ്ടിന്യൂസ് റൊട്ടേഷൻ അല്ല, നമുക്ക് കണ്ടിന്യൂസ് റൊട്ടേഷൻ ആവശ്യമാണെങ്കിൽ അതും പോസിബിൾ ആണ്. ബട്ട് ഇതിൽ നമുക്ക് എന്താ, ഒരു ആംഗിൾ, ഒരു ഡിഗ്രി ഓഫ് ആംഗിളിൽ റൊട്ടേറ്റ് ചെയ്തു, ദെൻ അവിടെ ഹോൾഡ് ചെയ്യാം, ദെൻ അഗെയിൻ റൊട്ടേറ്റ് ചെയ്യാം, ഹോൾഡ് ചെയ്യാം, ദെൻ അഗെയിൻ റൊട്ടേറ്റ് ചെയ്യാം. ആ രീതിയിലുള്ള ഒരു ഔട്ട്പുട്ട് ആയിരിക്കും കിട്ടുക. കണ്ടിന്യൂസ് റൊട്ടേഷൻ അല്ല, ഒരു പെർട്ടിക്കുലർ ആംഗിളിൽ, ഒരു പെർട്ടിക്കുലർ ഡിഗ്രിയിൽ, ഒരു പെർട്ടിക്കുലർ ടൈമിലേക്കുള്ള ആ ഒരു റൊട്ടേഷൻ. ഓക്കെ, അത് നമുക്ക് ഏത് തരത്തിൽ വേണമെങ്കിലും ഡിസൈൻ ചെയ്യാം. നമുക്ക് നമ്മൾ ഇതിൽ വെച്ചാൽ എങ്ങനെയാണ് ഞാൻ പറയാം, വർക്കിംഗ് പറയുന്ന സമയത്ത് മനസ്സിലാവും. പിന്നെ ഒരു എക്സാമ്പിൾ ഒക്കെ പറയുകയാണെങ്കിൽ, ഈ ഗാർഡനിങ്ങിലൊക്കെ നമ്മൾ വാട്ടർ എങ്ങനെ വേണ്ടിയിട്ടൊരു സംഭവം ഇല്ലേ, വാട്ടർ സ്പ്രേ ചെയ്യുന്നത്, സ്പ്രിംഗ്ലർ. ഓക്കെ, അതിന്റെ ആ ഒരു എഫക്റ്റ് ഇല്ലേ, ഒരു ഡയറക്ഷനിലുള്ള റൊട്ടേഷൻ, അങ്ങനെ അതൊക്കെ പോസിബിൾ ആക്കാൻ പറ്റുന്നതാണ് ഈ സ്റ്റെപ്പർ മോട്ടോഴ്സ്. സ്റ്റെപ്പർ മോട്ടോഴ്സിന് നമുക്ക് പറയാം, they are open loop motors, no sensor feedback, precise positioning with input pulses. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ നോർമലി നിങ്ങൾ പറഞ്ഞ പോലെ റോബോട്ടിക്സിലും അങ്ങനത്തെ നമ്മൾ അങ്ങനെ എന്തെങ്കിലും ഡിസൈൻ ചെയ്യുന്ന സമയത്തൊക്കെ എന്ത് ചെയ്യും, ഇതിന്റെ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവിടെ നമുക്കൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, ഇത് ഓപ്പൺ ലൂപ്പ് കൺട്രോൾഡ് ആയിട്ട് യൂസ് ചെയ്യാം. നമുക്ക് ഈ മോട്ടോർ ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു സർക്യൂട്ടറിയിൽ യൂസ് ചെയ്യുന്നു, ഇപ്പൊ ഒരു റോബോട്ടിക്സിന്റെ ഒക്കെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ അതിലൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ക്ലോസ്ഡ് ലൂപ്പ് വേണ്ടേ, നമുക്ക് ആ ഒരു ഔട്ട്പുട്ട് കിട്ടുന്നത് ആ ഔട്ട്സൈഡ് കണ്ടീഷൻസിന്റെ കാര്യങ്ങളും സെൻസ് ചെയ്തിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു ഔട്ട്പുട്ട് വരണമെങ്കിൽ നമുക്ക് എന്താ, ഒരു ക്ലോസ്ഡ് ലൂപ്പ് വേണം. ഓക്കെ, ഇതിന്റെ കേസിൽ ഈ മോട്ടോഴ്സ് ആണെങ്കിൽ ക്ലോസ്ഡ് ലൂപ്പ് കൺട്രോളിന്റെ ആവശ്യമില്ല, കാരണം ഇതിന്റെ പൊസിഷനിങ് വളരെ പ്രിസൈസ് പൊസിഷനിങ് ആണ്. സോ അത് നമ്മൾ ഓൾറെഡി ഡിസൈൻ ചെയ്ത് വെച്ചാൽ അതേ ആംഗിളിൽ അത് പ്രിസൈസ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പൊ ഇതിന്റെ ക്ലോസ് ലൂപ്പ്, ഇവിടെ സെൻസേഴ്സോ ഫീഡ്ബാക്ക് സിസ്റ്റമോ അതിന്റെ ആവശ്യമൊന്നുമില്ല. ഓക്കെ, നമ്മളത് പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ട് നമുക്ക് അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, അപ്പൊ ഇതിന്റെ ഈ സ്റ്റെപ്പ് മോട്ടോഴ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ സെൻസേഴ്സിന്റെയോ ഫീഡ്ബാക്ക് സിസ്റ്റത്തിന്റെയോ ഒന്നും ആവശ്യമില്ല, ഓപ്പൺ ലൂപ്പിൽ യൂസ് ചെയ്യാം. ബിക്കോസ് ഇറ്റ് ക്യാൻ പ്രൊവൈഡ് പ്രിസൈസ് പൊസിഷനിങ് വിത്ത് ദ ഇൻപുട്ട് പൾസസ്. നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്ന പൾസിനനുസരിച്ച് ഇതിന് ഔട്ട്പുട്ടിൽ ഒരു പ്രിസൈസ് പൊസിഷനിങ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതാ വർക്കിംഗ് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ദെൻ ദേ ആർ അവൈലബിൾ ഫോർ എ റേഞ്ച് ഓഫ് ലെസ് ദാൻ 1 watts to 20 watts. ആ റേഞ്ചിൽ അവൈലബിൾ ആണ്. ഗുഡ് ഹോൾഡിംഗ് ആൻഡ് സ്റ്റാൻഡ് സ്റ്റിൽ ടോർക്ക്. ഇതിന്റെ വേറൊരു പെക്യുലാരിറ്റി ആണ് എന്ത്, ഗുഡ് ഹോൾഡിംഗ് ആൻഡ് സ്റ്റാൻഡ് സ്റ്റിൽ ടോർക്ക്.
ഈ ഹോൾഡിംഗ് ടോർക്ക് മീൻസ് എന്തായിരിക്കും? നമ്മൾ നോർമൽ മോട്ടോഴ്സ് ഒക്കെ ഒരു കണ്ടിന്യൂസ് റൊട്ടേഷനിലാണ് ഉണ്ടാവുക. ഈ സ്റ്റെപ്പർ മോട്ടോർ ഞാൻ പറഞ്ഞു, ഒരു സ്റ്റെപ്പ് ആംഗിൾ മൂവ് ചെയ്താൽ അവിടെ ഹോൾഡ് ചെയ്ത് വെക്കാനുള്ള ഒരു ഹോൾഡിംഗ് ടോർക്ക് ഇതിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഒരു സ്റ്റെപ്പ് ആംഗിൾ മൂവ് ചെയ്തു, ദെൻ അവിടെ ഒരു സെക്കൻഡ്സോ എത്രയെങ്കിലും അവിടെ ഹോൾഡ് ചെയ്ത് വെക്കാം, ദെൻ അഗെയിൻ മൂവ് ഇൻ ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ആംഗിൾ, അങ്ങനെ പോകാൻ പറ്റും. അപ്പോൾ ഒരു ഹോൾഡിംഗ് ടോർക്ക് അല്ലെങ്കിൽ സ്റ്റാൻഡ് സ്റ്റിൽ ടോർക്ക് ഇതിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അതൊരു ഫീച്ചറാണ് ഇതിന്റെ. ഓക്കെ, then absence of brushes and therefore less maintenance. ഇതിന് brushes and commutators ഒന്നുമില്ല, so less maintenance ആണ്. ഓക്കെ, ഇത് ഞാൻ പറയാം. ആക്ച്വലി ഈ സ്റ്റെപ്പർ മോട്ടോഴ്സിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ സ്റ്റെപ്പർ മോട്ടോഴ്സിന് എന്താ, എല്ലാ മോട്ടോഴ്സിനെയും പോലെ സ്റ്റാർട്ടർ പാർട്ട് ഉണ്ടാവും ആൻഡ് ഓൾസോ റോട്ടോർ പാർട്ട് ഉണ്ടാവും. ഓക്കെ, സ്റ്റാർട്ടർ പാർട്ടിൽ നമ്മൾ എന്ത് ചെയ്യും, നേരത്തെയൊക്കെ ഫീൽഡ് വൈൻഡിങ്സ് ഒക്കെ എല്ലാം സീരീസ് കണക്റ്റഡ് ആയിരിക്കും. ഇതിന്റെ കേസിലാണെങ്കിൽ കുറെ ഫേസ് വൈൻഡിങ്സ് ഉണ്ടാവും, എല്ലാം സെപ്പറേറ്റഡ് ആയിരിക്കും. ആ ഈച്ച് ഫേസ് വൈൻഡിങ്ങിന് നമുക്ക് സെപ്പറേറ്റ് സപ്ലൈ കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇവിടെ നമുക്ക് എ ഫേസ്, ബി ഫേസ്, സി ഫേസിനെ സെപ്പറേറ്റ് എക്സൈറ്റ് ചെയ്യിക്കാൻ പറ്റും. അപ്പൊ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇതിന്റെ 3 ഫേസ് വൈൻഡിങ് ഉണ്ടാവും ആൻഡ് ഓൾസോ സെന്ററിൽ എന്താ ഒരു പെർമനന്റ് മാഗ്നറ്റ് ഉണ്ടാവും. ഇതിലും ക്ലാസിഫിക്കേഷൻ വരും, അത് നിങ്ങൾക്ക് പറയാം. എല്ലാം ഒരേപോലെയല്ല, 2-3 ടൈപ്പ് ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. അപ്പൊ ബേസിക് ആയിട്ട് പറയുകയാണെങ്കിൽ ഇതിന് ലാർജ് നമ്പർ ഓഫ് ഫേസ് വൈൻഡിങ്സ് ഉണ്ടാവും. ഈച്ച് ഫേസ് വൈൻഡിങ്സിനെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് എക്സൈറ്റ് ചെയ്യിക്കാൻ പറ്റും. ആൻഡ് ഓൾസോ സെന്ററിൽ എന്താ റോട്ടോർ ഉണ്ടാവും, റോട്ടോർ മാഗ്നറ്റ് ആയിരിക്കും. ഓക്കെ, നമ്മൾ വെനെവർ വി ആർ എക്സൈറ്റിംഗ് ദി എ ഫേസ്, അതാണെങ്കിൽ നമ്മൾ എ ഫേസിന് സപ്ലൈ കൊടുത്തു, അത് എക്സൈറ്റ് ചെയ്യിക്കുകയാണെങ്കിൽ അവിടെ എന്താ എ ഫേസ് മാഗ്നറ്റൈസ്ഡ് ആയിട്ട് വരും. അപ്പൊ അതിന്റെ മാഗ്നറ്റിക് എഫക്റ്റ് കൊണ്ട് ആ സെന്ററിലുള്ള റോട്ടോർ അല്ലെങ്കിൽ ആ മാഗ്നറ്റ് ആ എ ഫേസിന് അലൈൻ ചെയ്ത് വരും. ഓക്കെ, അപ്പൊ ആദ്യം എ ഫേസ് നമ്മൾ എക്സൈറ്റ് ചെയ്യിച്ചു, അതിനെ അലൈൻ ചെയ്തിട്ട് റോട്ടോർ വന്നു. ദെൻ നമ്മൾ ബി ഫേസിനെ എക്സൈറ്റ് ചെയ്യിച്ചു, അപ്പൊ റോട്ടോർ എന്ത് ചെയ്യും, ആ ബി ഫേസിന് ആ ഡയറക്ഷനിലേക്ക് അത് അലൈൻ ചെയ്യും ബൈ മൂവിങ് എ സ്റ്റെപ്പ് ആംഗിൾ. ഒരു സ്റ്റെപ്പ് ആംഗിൾ മൂവ് ചെയ്തിട്ട് ബി ഫേസിൽ അലൈൻ ചെയ്യും, ദെൻ സി ഫേസിൽ വരും. അങ്ങനെ അതിന്റെ അലൈൻമെന്റ് മാറ്റാൻ പറ്റും. ഓക്കെ, അത് നമുക്കിപ്പോൾ കൺട്രോൾഡ് ആണ്, നമുക്ക് പ്രോഗ്രാം ചെയ്ത് വെക്കാം. ആ പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ട് ഇന്ന ഇതിലാണ് അതിന്റെ ഫേസ് എക്സൈറ്റേഷൻ വേണ്ടത്, അങ്ങനെ നമ്മൾ ഓൾറെഡി പ്രോഗ്രാം ചെയ്ത് വെച്ചാൽ അതിനനുസരിച്ച് എന്ത് ചെയ്യും, ഫേസിലേക്ക് ഇൻപുട്ട് പൾസസ് വരും, കറസ്പോണ്ടിങ് ഫേസ് എക്സൈറ്റഡ് ആകും, മാഗ്നറ്റൈസ്ഡ് ആകും. ആ മാഗ്നറ്റൈസ്ഡ് ആയ ഫേസിന് ആ ഡയറക്ഷനിലേക്ക് എന്ത് ചെയ്യും, ഈ റോട്ടോർ വന്ന് അലൈൻ ചെയ്യും. അപ്പൊ അലൈൻ ചെയ്യുന്ന പൊസിഷന്റെ ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ, ആ സ്റ്റെപ്പ് ആംഗിള്, അതിന്റെ ആ ഒരു സ്പീഡ് ഒക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അത് ഞാൻ ഇതിന്റെ ക്ലാസിഫിക്കേഷനിൽ പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് മനസ്സിലാവും. അപ്പൊ നമ്മളിത് നോർമലി ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വലിയ വലിയ സർക്യൂട്ടറീസിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഇതിപ്പോ നമ്മളൊരു ബ്ലോക്ക് ഡയഗ്രാം ഓഫ് സ്റ്റെപ്പർ മോട്ടോർ വിത്ത് ഒരു കൺട്രോളർ ആണ്. ഇപ്പോഴെന്താ, സ്റ്റെപ്പർ മോട്ടോർ വരും, ഫസ്റ്റ് നമ്മൾ പവർ സപ്ലൈ പോർഷൻസ് ഉണ്ടാവും. ഏതിനൊക്കെ? HMI മീൻസ് ഹ്യൂമൻ മെഷീൻ ഇന്ററാക്ഷൻ ആണ്. നമ്മളും മെഷീൻസും തമ്മിൽ ഇന്ററാക്ഷൻ, അത് ഏത് തരത്തിലുള്ളതാണെങ്കിലും അവിടെ ഇപ്പോൾ ഇൻപുട്ട് കൊടുക്കുന്നതാണോ എന്ത് കാര്യമായാലും അതാണ് ഈ HMI വരിക. ദെൻ കൺട്രോളർ വരും. കൺട്രോളർ PLC കൺട്രോളർ ഉണ്ടാകാം, പൾസ് ജനറേറ്റർ ഒക്കെ അതിലുണ്ടാകാം. ദെൻ ഡ്രൈവർ വരും, ദെൻ സ്റ്റെപ്പർ മോട്ടോർ വരും. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ എന്ത് ചെയ്യും, നമുക്കിവിടെ ഒരു എന്താ ഡിസൈഡ് ഔട്ട്പുട്ട് ആണോ വേണ്ടത് അതിനനുസരിച്ച് നമ്മൾ ഇവിടെ ഒരു ഇൻപുട്ട് കൊടുക്കും. അതിനനുസരിച്ച് നമുക്ക് ഈ കൺട്രോളറിൽ ആ പ്രോസസ്സിംഗ് വരും. അതിനനുസരിച്ച് ഇവിടെ കോഡിങ്, നമ്മളിപ്പം പ്രോഗ്രാംഡ് ആണെങ്കിൽ കോഡിംഗ് ഒക്കെ വരും. അതിനനുസരിച്ച് ഡ്രൈവറിലേക്ക് ഇൻപുട്ട് വരും. ഡ്രൈവർ എന്ത് ചെയ്യും, ഇവിടുന്ന് കിട്ടുന്ന ഇൻപുട്ട് കോഡിംഗ് അനുസരിച്ച് അല്ലെങ്കിൽ ഇൻപുട്ട് സപ്ലൈ അതനുസരിച്ച്, സപ്ലൈ മീൻസ് ആ ഇൻപുട്ടിൽ കിട്ടുന്ന പ്രോഗ്രാമിന്റെ ആ വാല്യൂ അനുസരിച്ച്, ആ ഒരു സീക്വൻസ് അനുസരിച്ച് ഈ ഡ്രൈവർ എന്ത് ചെയ്യും, ഈ ഡ്രൈവറിൽ സെമി കണ്ടക്ടർ സ്വിച്ചസ് ആണ് ഉണ്ടാവുക, ആ സ്വിച്ചസിനെ ഓൺ ഓഫ് ചെയ്യും. അപ്പൊ ഈച്ച് സ്വിച്ച് കറസ്പോണ്ട്സ് ടു ഈച്ച് ഫേസ് ഓഫ് ദ സ്റ്റെപ്പർ മോട്ടോർ ആയിരിക്കും. സ്റ്റെപ്പർ മോട്ടോർ ഒരു 3 ഫേസ് ആണെങ്കിൽ ABC 3 ഫേസ് ഉണ്ടാവും. ഓക്കെ, അപ്പം ഈ ഡ്രൈവറിൽ എന്താ 3 സ്വിച്ചസ് ഉണ്ടാവും. ഒരു സ്വിച്ച് എന്ത് ചെയ്യും, ഓൺ ആ, ഇപ്പൊ എയിലേക്കുള്ള സ്വിച്ച് ഓൺ ചെയ്താൽ എ ഫേസ് എക്സൈറ്റഡ് ആകും, അതിലുള്ള റോട്ടോർ ആ എ ഫേസിനെ അലൈൻ ചെയ്ത് വരും. ഇനി ബി ഫേസ് ആണ് സ്വിച്ച് ചെയ്യുന്നതെങ്കിൽ ബി ഫേസ് മാഗ്നറ്റൈസ്ഡ് ആവും, ഇതിലുള്ള റോട്ടോർ സ്റ്റെപ്പർ മോട്ടോറിലുള്ള റോട്ടോർ ആ ഡയറക്ഷനിൽ അലൈൻ ചെയ്ത് വരും. ഇനി സി ഫേസ് ആണെങ്കിലും സെയിം കേസ്. ഈ ഡ്രൈവർ എന്ന് വെച്ചാൽ ഡിഫറെന്റ് ഇലക്ട്രോൺ സെമി കണ്ടക്ടർ സ്വിച്ചസ് ആണ് ഉണ്ടാവുക. അപ്പൊ ആ സ്വിച്ചസിന് നമ്മൾ സ്പെസിഫിക് സീക്വൻസിൽ സ്വിച്ചിങ് ചെയ്യും. ആ സ്വിച്ചിങ് എന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് കൺട്രോളറിൽ നിന്ന് കിട്ടുന്ന ആ ഒരു
കോഡിംഗ് സീക്വൻസ് അനുസരിച്ച് ഈ ഡ്രൈവർ എന്തെങ്കിലും സ്വിച്ച് ചെയ്യും. ആ സ്വിച്ചിങ്ങിനനുസരിച്ച് ഈ സ്റ്റെപ്പർ മോട്ടോറിൽ ഫേസ് വൈൻഡിങ്സ് ഗെറ്റ് എക്സൈറ്റഡ് ആൻഡ് ആ ഒരു എക്സൈറ്റേഷൻ അനുസരിച്ച് എന്ത് ചെയ്യും, ഇതിലുള്ള റോട്ടോർ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യും. Got it? ക്ലിയർ ആവുന്നുണ്ടോ? ഇങ്ങനെയാണ് അതിന്റെ വർക്കിംഗ് വരുന്നത്. നമുക്കത് വർക്കിംഗ് നോക്കാം, അപ്പോഴും മനസ്സിലാവും. സ്റ്റെപ്പർ മോട്ടോഴ്സിന് നോർമലി ത്രീ ടൈപ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ദേ ആർ വേരിയബിൾ റിലക്റ്റൻസ് ടൈപ്പ് സ്റ്റെപ്പർ മോട്ടോർ, പെർമനന്റ് മാഗ്നറ്റ് ടൈപ്പ് സ്റ്റെപ്പർ മോട്ടോർ ആൻഡ് ഹൈബ്രിഡ് ടൈപ്പ് സ്റ്റെപ്പർ മോട്ടോർ. ഇത് നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആണ്. ക്ലാസിഫിക്കേഷൻ ഓഫ് സ്റ്റെപ്പർ മോട്ടോഴ്സ് എക്സാമിന് ചോദിക്കുന്നുണ്ട്. ഓക്കെ, ഇതാണ് കൂടുതലായിട്ട് ചോദിച്ച് കണ്ടിട്ടുള്ളത്. സോ ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്ഷൻ ആണ്. സ്റ്റെപ്പർ മോട്ടോഴ്സ് ആർ ബേസിക്കലി ക്ലാസിഫൈഡ് ഇൻടു three types. They are variable reluctance type stepper motor, permanent magnet type stepper motor and hybrid stepper motor. Okay, first നമുക്ക് ഈ പെർമനന്റ് മാഗ്നറ്റ് ടൈപ്പ് സ്റ്റെപ്പർ മോട്ടോർ നോക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആ സ്റ്റെപ്പർ മോട്ടോറിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് മനസ്സിലാവും. ഫസ്റ്റ് വരുന്നത് പെർമനന്റ് മാഗ്നറ്റ് ടൈപ്പ് സ്റ്റെപ്പർ മോട്ടോർ. Okay, it can the capability to make step angles in the range of 7.5 to 15 degree. 7.5 15 ഡിഗ്രി വരെ അതിന് സ്റ്റെപ്പ് ആംഗിൾ വേരി ചെയ്യാനുള്ള കാപ്പബിലിറ്റി ഉണ്ട്. ഓക്കെ, ഇനി ഇതിന്റെ പെക്യുലാരിറ്റി എന്താണെന്ന് വെച്ചാൽ, ഇതിന് ഇതുപോലെ എന്താ സ്റ്റേറ്റർ പാർട്ട് ഉണ്ട്. സ്റ്റേറ്ററിൽ വൈൻഡിങ്സ് ഉണ്ട്. നമുക്കിവിടെ കാണാൻ പറ്റും ഈച്ച് വൈൻഡിങ് സെപ്പറേറ്റഡ് ആണ്. എല്ലാ വൈൻഡിങ്ങും സെപ്പറേറ്റഡ് ആണ്. നേരത്തെ കണ്ട പോലെ എല്ലാം കണക്റ്റഡ് അല്ല, സീരീസ് കണക്റ്റഡ് ഒന്നും അല്ല, എല്ലാം സെപ്പറേറ്റഡ് ആണ്. ഓക്കെ, ഇനി ഇതിന്റെ സെന്ററിൽ എന്താ ഒരു റോട്ടോർ ഉണ്ട്. റോട്ടോർ എന്ന് പറഞ്ഞാൽ അത് മൾട്ടി ടൂത്തഡ് ആയിട്ടുള്ള പെർമനന്റ് മാഗ്നറ്റ് ആയിട്ട് ആണ് ഇവിടെ റോട്ടോർ വരുന്നത്. ഓക്കെ, ഇനി ഇത് നോക്കാം. ഫസ്റ്റ് ഞാനിപ്പോൾ എൻ്റെ ആ ഒരു ഡ്രൈവർ സർക്യൂട്ടിലെ സ്വിച്ചിങ് അനുസരിച്ച് എ ഫേസ് എനർജൈസ് ചെയ്തു. എ ഫേസ് മീൻസ് എ ആൻഡ് എ ഡാഷ് വരും. അപ്പൊ എയും ഇത് രണ്ടും ഒന്നിച്ച് എനർജൈസ്ഡ് ആവും. ഞാനിവിടെ ഇത് എനർജൈസ് ചെയ്യാന്ന് വെച്ചാൽ ഈ വൈൻഡിങ്ങിൽ കൂടെ മാത്രം കറണ്ട് ഫ്ലോ ചെയ്യും. ഇത് കറണ്ട് ഫ്ലോ ചെയ്യുന്ന സമയത്ത് എന്താ ഇവിടെ എന്ത് ചെയ്യും, ഒരു മാഗ്നറ്റിക് ഫീൽഡ് വരും. ഈ ഒരു മാഗ്നറ്റിക് ഫീൽഡ്സ് ഓഫ് ലൈൻ വരും. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇപ്പം ഞാൻ ഇവിടെ നിന്നാണ് ഈ എ ഡാഷ് എന്ന് പറയുന്നത് ഒരു ഡയറക്ഷനിൽ കറണ്ട് എൻട്രി ചെയ്യും, ഒരു ഡയറക്ഷനിൽ കറണ്ട് ലീവ് ചെയ്യും. അപ്പൊ എൻട്രി ചെയ്യുന്നിടത്ത് നോർത്ത് ആണെങ്കിൽ കറണ്ട് ലീവ് ചെയ്യുന്നിടത്ത് സൗത്ത് ആയിരിക്കും. ഓക്കെ, ആ രീതിയിലാണ് ഇത് നോർത്ത് ആൻഡ് സൗത്ത് പോൾ വരിക. അപ്പൊ ഞാൻ ഫസ്റ്റ് ഇവിടെ സപ്ലൈ ഈ എ ഫേസിന് കൊടുക്കുകയാണെങ്കിൽ ഇവിടെ നോർത്ത് വരും, ഇവിടെ നോർത്ത് പോള് വരും, ഇവിടെ സൗത്ത് പോള് വരും. അത് ഞാൻ കൊടുക്കുന്ന കറണ്ടിന്റെ ഡയറക്ഷൻ അനുസരിച്ചായിരിക്കും. ഞാൻ ഇവിടുന്ന് കറണ്ട് കൊടുക്കുന്നത് ഇവിടെ നോർത്ത് ഇവിടെ സൗത്ത് വരാം. അതൊക്കെ ഓൾട്ടർനേറ്റ് ആയിട്ട് വേരി ചെയ്യും. ഓക്കെ, എ ഫേസ് ഞാൻ എനർജൈസ് ചെയ്തു. ഈ സെന്ററിലെ റോട്ടോർ എന്ത് ചെയ്യും നോക്ക്, സൗത്ത് ആൻഡ് നോർത്ത് ആണ് ഇവിടെ ഓൾറെഡി ഉള്ളത്. അപ്പൊ അറ്റ് ആൻ ഇൻസ്റ്റന്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ നോർത്ത് ആൻഡ് സൗത്ത് ഇത് രണ്ടും എന്ത് ചെയ്യും, ലോക്ക് ചെയ്യും. മീൻസ് ഇത് രണ്ടും ഗെറ്റ് അട്രാക്റ്റഡ്. അതുപോലെ ഈ രണ്ട് പോൾസും അട്രാക്ട് ചെയ്യും. സോ ഈ നടുക്കുള്ള റോട്ടോർ എന്താ ഈ ഡയറക്ഷനിലേക്ക് റൊട്ടേറ്റ് ചെയ്യും അല്ലേ, ഞാൻ ഈ ഫേസ് ആംഗിൾ എനർജൈസ് ചെയ്യിക്കുമ്പോൾ. ഇനി നെക്സ്റ്റ് മൊമെന്റിൽ ഞാൻ അതിനെ ഡി എനർജൈസ് ചെയ്യിച്ചു, ഈ ബി ഫേസ് മാത്രമാണ് എനർജൈസ് ചെയ്യിക്കുന്നതെങ്കിലോ അത് ആ ബി ഫേസിനെ അലൈൻ ചെയ്യുന്ന രീതിയിൽ അത് റൊട്ടേറ്റ് ചെയ്യും. അത് നമുക്ക് ഇവിടെ നോക്കാം. ഇതിപ്പോ ഇത് നോക്കൂ, ഇത് ഡിഫറെന്റ് സ്റ്റെപ്സ് ആണ്. ഈ ഒരു പെർമനന്റ് മാഗ്നറ്റ് സ്റ്റെപ്പർ മോട്ടോറിന്റെ 4 സ്റ്റെപ്പ് ആണ് പറയുന്നത്. ഓക്കെ, ഇവിടെ നോക്കൂ. ഫസ്റ്റ് ഇതിപ്പോ എ ഫേസ് ആൻഡ് ഇത് ബി ഫേസ്. ഓക്കെ, ഇത് എ ഫേസ് എ ഡാഷ്, ഇത് ബി ഡാഷ് എന്ന് ഓർത്താൽ മതി. ഇവിടെ ഫസ്റ്റ് ഞാൻ എ ഫേസിനെ എനർജൈസ് ചെയ്യിച്ചു, എ ഫേസിനെ എനർജൈസ് ചെയ്യിച്ചു. ഇവിടെ നടുക്കുള്ള ഇവിടെ നോർത്ത് ഇവിടെ സൗത്ത് പോൾ വന്നാൽ നടുക്കുള്ള റോട്ടോറിന്റെ സൗത്ത് ആൻഡ് നോർത്ത് ഇതുപോലെ അലൈൻ ചെയ്യും. കാരണം മാഗ്നറ്റ്സ് സെയിം പോൾസ് റിപ്പൽ ചെയ്യും, ഡിഫറെന്റ് പോൾസ് അട്രാക്ട് ചെയ്യും, ഇതുപോലെ വരും. നെക്സ്റ്റ് ഞാൻ എന്ത് ചെയ്തു, എ ഫേസിനെയും ബി ഫേസിനെയും എനർജൈസ് ചെയ്തു. അപ്പം ഇവിടെ നോർത്ത് ആൻഡ് സൗത്ത് ഓൾറെഡി ഉണ്ട്. ബി ഫേസിനെ എനർജൈസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ നോർത്ത് ആൻഡ് സൗത്ത് വന്നു. ഇപ്പോഴെന്താ കമ്പൈൻഡ് എഫക്റ്റ് ആയി. ഈ ഒരു റോട്ടോർ ഇവിടെ നോർത്ത് ആൻഡ് നോർത്ത് ഉണ്ട്. അപ്പൊ അതിന്റെ സെന്ററിലേക്ക് എന്ത് വരും, അതിന്റെ സൗത്ത് പോൾ വരും. ഇവിടെ സൗത്ത് ആൻഡ് സൗത്ത് ഉണ്ട്, അതിന്റെ സെന്ററിലേക്ക് നോർത്ത് പോൾ വരും. അപ്പൊ എന്താ ഇവിടെയുള്ള ആ ഒരു റോട്ടോർ ഈ ഡയറക്ഷനിലേക്ക് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലേക്ക് റൊട്ടേറ്റ് ചെയ്തു സെക്കൻഡ് സ്റ്റെപ്പ് ആകുമ്പോഴേക്ക്. ഓക്കെ, ദെൻ തേർഡ് സ്റ്റെപ്പിൽ ഞാൻ എന്ത് ചെയ്തു, എനെ ഡി എനർജൈസ് ചെയ്തു, ബി മാത്രം എനർജൈസ് ചെയ്തു. എ ഡി എനർജൈസ് ചെയ്തു, ബി മാത്രം എനർജൈസ് ചെയ്തു. അപ്പൊ ഇവിടെ എന്താ എന്റെ അടുത്ത് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഇല്ല.
ഡി എനർജൈസ്ഡ് ആണ്. സോ ഇവിടെ ബി മാത്രമേ ഉള്ളൂ. ബിയിലുള്ള നോർത്ത് ആൻഡ് സൗത്തിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇത് അലൈൻ ചെയ്യും. സോ ഇവിടെ നിന്ന് എന്ത് ചെയ്യും, അത് വീണ്ടും ഒരു സ്റ്റെപ്പ് ആംഗിളിൽ റൊട്ടേറ്റ് ചെയ്യും. ഓക്കെ, ഇത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഇവിടെ എത്തി, ഇനി ഇവിടുന്ന് റൊട്ടേറ്റ് ചെയ്ത് വീണ്ടും ഈ ഒരു ഡയറക്ഷനിൽ ഇവിടെ വന്നു. ഓക്കെ, എഗെയിൻ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, എ ഫേസും ബി ഫേസും സ്വിച്ച് ചെയ്യിക്കുന്നു. അപ്പം അതിനിവിടെ കറസ്പോണ്ടിങ് രണ്ട് സൗത്ത് പോൾ വരുന്നതിന് അത് മിഡിലായിട്ട് നോർത്ത് വരും, രണ്ട് നോർത്ത് പോളിന്റെ മിഡിലായിട്ട് സൗത്ത് വരും. അപ്പൊ ഇവിടെ നിന്ന് എഗെയിൻ എന്ത് ചെയ്യും, അത് ക്ലോക്ക് വേസിലേക്ക് തന്നെ റൊട്ടേറ്റ് ചെയ്തു. അപ്പൊ എന്താ, ഞാൻ ഈ ഫേസ് സീക്വൻസിന് കൊടുക്കുന്ന പൾസ് അനുസരിച്ച് ഈ റോട്ടോർ ഓരോ സ്റ്റെപ്പ് ആംഗിളിൽ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇനിയിപ്പോ ഇങ്ങനെയല്ല, ഞാൻ ആദ്യം ഏനെ എനർജൈസ് ചെയ്തു, അപ്പോഴിങ്ങനെയാണ് വന്നത്. ദെൻ ഞാൻ എ ഡി എനർജൈസ് ചെയ്തിട്ട് ബിനെയാണ് എനർജൈസ് ചെയ്തതെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ വരും. ഇങ്ങനെയുള്ളതിനെ ഇങ്ങനെയാക്കാൻ പറ്റും. വീണ്ടും എനെ എനർജൈസ് ചെയ്യിക്കുമ്പോൾ ഇതുപോലെ വരും റോട്ടോർ, വീണ്ടും ബി എനർജൈസ് ചെയ്യിക്കുമ്പോൾ ഇതുപോലെ വരും. ഇപ്പോഴും കണ്ടിന്യൂസ് റൊട്ടേഷൻ പോസിബിൾ ആണ്. ബട്ട് ഇവിടെ സ്റ്റെപ്പ് ആംഗിൾ ഹയർ ആയിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും ഇവിടെ സ്റ്റെപ്പ് ആംഗിൾ. ഇവിടെ ഇപ്പൊ 45 ഡിഗ്രിയാണ് സ്റ്റെപ്പ് ആംഗിൾ വരിക. കാരണം ഇതിപ്പോ 90 ഡിഗ്രിയിലുണ്ട്, അതൊരു 45 ഡിഗ്രിയിലേക്ക് റൊട്ടേറ്റ് ചെയ്തു. ദെൻ അഗൈൻ ഒരു 45 ആകുമ്പോഴേക്ക് 180 ആയി. ഓക്കെ, ദെൻ അത് വീണ്ടും ഒരു 45ലേക്ക് പോകും. എന്നിട്ട് വീണ്ടും എന്താ, ഇവിടെ ഫസ്റ്റ് പോലെ എ മാത്രം എനർജൈസ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ അലൈൻ ചെയ്യും. അപ്പം ഇങ്ങനെ എ ഫേസ്, എ ബി ഫേസ്, ബി ഫേസ്, എ ബി ഫേസ്, ആ ഒരു സീക്വൻസിലാണ് പോകുന്നതെങ്കിൽ ഒരു 45 ഡിഗ്രി സ്റ്റെപ്പ് ആംഗിളിൽ ഈ റോട്ടോർ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ക്ലിയർ ആവുന്നുണ്ടോ? ഹലോ, എല്ലാരും അവിടെ ഇല്ലേ? ഭയങ്കര ബോറിംഗ് ആണോ? ക്യാച്ച് ചെയ്യാൻ പറ്റുന്നില്ലേ? ഓക്കെ, അപ്പോഴെന്താ നമ്മളിവിടെ കൊടുക്കുന്ന ഈ ഫേസിന് കൊടുക്കുന്ന ആ എക്സൈറ്റേഷൻ അനുസരിച്ച് ഫേസിന് കൊടുക്കുന്ന പൾസ്, ഇൻപുട്ട് കറണ്ട് പൾസിനനുസരിച്ച് എന്ത് ചെയ്യും, ഈ റോട്ടോർ റൊട്ടേറ്റ് ചെയ്യും. അപ്പൊ നമുക്ക് ഡിസൈൻ ചെയ്യാലോ ഈ ഫേസിന് ഏത് സീക്വൻസിൽ ആണ് ഇത് സ്വിച്ച് ചെയ്യേണ്ടത്, ഏത് ടൈമിലാണ് ഓരോ ഫേസിന് എക്സൈറ്റേഷൻ കൊടുക്കേണ്ടതൊക്കെ നമുക്ക് ഡിസൈൻ ചെയ്യാം. അപ്പൊ നമ്മൾ ഡിസൈൻ ചെയ്യുന്ന അനുസരിച്ച് എന്താ, ഈ റോട്ടോർ കറങ്ങിക്കോളും, ആ ഒരു ആംഗിൾ അത് കറങ്ങിക്കോളും. അപ്പൊ നമുക്ക് എന്താ, ഈ കൊടുക്കുന്ന ഫേസ് സീക്വൻസിനനുസരിച്ച് ഇതിന്റെ റൊട്ടേഷൻ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാം, റൊട്ടേഷൻ സ്പീഡ് ചേഞ്ച് ചെയ്യാം, റൊട്ടേറ്റിംഗ് സ്റ്റെപ്പ് ആംഗിൾ ചേഞ്ച് ചെയ്യാം, അതൊക്കെ ചേഞ്ച് ചെയ്യാം. ഓക്കെ, അപ്പൊ പെർമനന്റ് മാഗ്നറ്റിന്റെ മനസ്സിലായോ? സ്റ്റാർട്ടർ ഉണ്ടാവും, സ്റ്റാർട്ടറിൽ വൈൻഡിങ്സ് ഉണ്ടാവും, ഈച്ച് വൈൻഡിങ്സ് സെപ്പറേറ്റഡ് ആയിരിക്കും, അതിന് സെപ്പറേറ്റ് സപ്ലൈ കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ സെപ്പറേറ്റ് പൾസ് കൊടുക്കാൻ പറ്റും. ഇവിടെ റോട്ടോർ ഉള്ളത് ഒരു പെർമനന്റ് മാഗ്നറ്റിക് റോട്ടോർ ആയിരിക്കും. ഇവിടെ കൊടുക്കുന്ന പൾസ് ഇല്ലേ, ഇതിന് ഇൻപുട്ട് വരുന്ന പൾസ് എവിടെ നിന്നാണ്, നമുക്ക് ഈ ഡ്രൈവറിനാണ് കിട്ടുന്നത്. ഓക്കെ, അത് ആ ഡ്രൈവറിലേക്ക് ഇങ്ങനെ ഇൻപുട്ട് വരുന്ന പ്രോഗ്രാംഡ് ആയിരിക്കും. കൺട്രോളറിന് നമുക്ക് ഡിസൈഡ് ആയിട്ടുള്ള സീക്വൻസ് ഓഫ് കോഡ്സ് എന്ത് ചെയ്യും, ഡ്രൈവർ കൊടുക്കും. ആ കിട്ടുന്ന കോഡ് അനുസരിച്ച് ഇത് സ്വിച്ച് ചെയ്യും. സ്വിച്ച് ചെയ്യേണ്ട ഒരു ഫിഗർ, സോറി ഇതിലില്ല. ക്ലിയർ ആവുന്നില്ലേ? ഓക്കെ, അപ്പൊ നമ്മള് പെർമനന്റ് മാഗ്നറ്റ് ടൈപ്പ് സ്റ്റെപ്പ് മോട്ടോറാണ് പറഞ്ഞത്. നിങ്ങൾക്ക് എത്ര ടൈം വരെയാ ഈ അവർ? 55 ആണോ? പെർമനന്റ് മാഗ്നറ്റ് ക്ലിയർ ആയിട്ടില്ലേ? ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ഒരു ഫിഗർ കാണാൻ പറ്റുന്നില്ലേ? ഇതുപോലെ ഫേസ് എ, ഫേസ് ബി, ഫേസ് സി, ഫേസ് ഡി, ഇതിപ്പോ 3 ഫേസ് ആയിട്ടുള്ളതാണ്. ഓക്കെ, 3 ഫേസ്, എ ഫേസ്, ബി ഫേസ്, സി ഫേസ് ആൻഡ് ഡി ഫേസ് ഉണ്ട്. ആ 3 ഫേസും
ആ 3 ഫേസിലെയും നമ്മൾ ഇതുപോലെ സ്വിച്ചിങ് കൊടുക്കും. അതാണ് ആ ഡ്രൈവർ ചെയ്യുന്നത്. ഇങ്ങനെ സ്വിച്ച് ഇങ്ങനെ ഓപ്പൺ ആയിരിക്കും. നമുക്ക് ഏത് ഫേസ് ആണ് എനർജൈസ് ചെയ്യേണ്ടത് അതിന്റെ ഫേസിലെ സ്വിച്ച് എന്ത് ചെയ്യും, ക്ലോസ് ആവും. ആ ക്ലോസ് ചെയ്യേണ്ട ആ ഒരു സിഗ്നൽ കിട്ടുന്നത് നമുക്ക് ആ ഒരു പ്രോഗ്രാമർ അല്ലെങ്കിൽ കൺട്രോളറിനായിരിക്കും. ഈ സ്പെസിഫിക് സീക്വൻസ് ആണ്, ഈ ഒരു സ്പെസിഫിക് സീക്വൻസിലാണ് സ്വിച്ചിങ് വരേണ്ടതെന്നുള്ള ആ ഒരു ഇൻഫർമേഷൻ കിട്ടുന്നത് നമുക്ക് കൺട്രോളറിനായിരിക്കും. അപ്പൊ കൺട്രോളറിന് വരുന്ന കോഡിംഗ് സിഗ്നൽ അനുസരിച്ച് ഈ സ്വിച്ച് ക്ലോസ് ചെയ്യും. കറസ്പോണ്ടിങ് ഫേസ് എന്ത് ചെയ്യും, ഫേസിലേക്ക് സപ്ലൈ വരും. സ്വിച്ച് S1 ആണ് ക്ലോസ് എങ്കിൽ ഫേസ് എയിലേക്ക് എന്ത് ചെയ്യും, പൾസ് വരും. അത് എക്സൈറ്റ് ചെയ്യും. അതിന് കറസ്പോണ്ട് ആയിട്ട് റോട്ടോർ റൊട്ടേറ്റ് ചെയ്യും. ഇനി അത് ഓൺ ആക്കി ഫേസ് ബി ആണ് എനർജൈസ് ചെയ്യിക്കുന്നതെങ്കിൽ ബി ഫേസ് എക്സൈറ്റ് ചെയ്യും. അതിന് കറസ്പോണ്ട് ആയിട്ട് റോട്ടോർ റൊട്ടേറ്റ് ചെയ്യും. ദെൻ സി ഫേസ് ആണെങ്കിൽ സിമിലർ വേ, ഡി ഫേസ് ആണെങ്കിൽ സിമിലർ വേ. ഈ സ്വിച്ചിങ് സീക്വൻസ് നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടേണ്ട ഡിസൈഡ് ഔട്ട്പുട്ട് പോലെ നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും. നമുക്ക് ഔട്ട്പുട്ടിൽ എന്താണോ ഡിസൈഡ് ആയിട്ട് കിട്ടുന്നത് അതനുസരിച്ചിട്ടായിരിക്കും ഇതിന്റെ സ്വിച്ചിങ് സീക്വൻസ് ഉണ്ടാവുക. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. അപ്പൊ നെക്സ്റ്റ് നമുക്ക് അതിൽ 2 ക്ലാസിഫിക്കേഷൻ, വേരിയബിൾ റിലക്റ്റൻസ് ടൈപ്പ് ആൻഡ് ഹൈബ്രിഡ് ടൈപ്പ്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. പിന്നെ ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത് സെർവോ മോട്ടോർ ആണ്. അതുകൂടി ആകുന്ന സമയത്ത് നിങ്ങൾ ഈ ഡ്രൈവ് സെക്ഷൻ കംപ്ലീറ്റഡ് ആവും. ദെൻ നമുക്ക് ആപ്ലിക്കേഷൻസ് ഓഫ് സ്റ്റെപ്പർ മോട്ടോർ പറയുകയാണെങ്കിൽ ദേ ആർ യൂസ്ഡ് ഇൻ CNC മെഷീൻസ്, ദാറ്റ് ഈസ് കമ്പ്യൂട്ടർ ന്യൂമറിക്കൽ കൺട്രോൾ. നമ്മൾ മെഷീനിനെ കമ്പ്യൂട്ടർ വെച്ചിട്ട് ന്യൂമറിക്കലി നമ്മൾ കൊടുക്കുന്ന ആ കോഡിംഗ് ഒക്കെ വെച്ചിട്ട് മെഷീൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. CNC മെഷീൻസ്, 3D പ്രിന്റിംഗ് ഒക്കെ ഉണ്ട്. ഓക്കെ. പിന്നെ ഇങ്ക്ജെറ്റ് പ്രിന്റേഴ്സ്. ഓക്കെ, ഇങ്ക്ജെറ്റ് ടൈപ്പ് പ്രിന്റേഴ്സിൽ യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ ഹാർഡ് ഡിസ്ക് ഡ്രൈവ്സിൽ, പ്ലോട്ടേഴ്സിൽ, ഇമേജ് സ്കാനേഴ്സിൽ, 3D പ്രിന്റേഴ്സിൽ, പിന്നെ ക്വാർട്സ് അനലോഗ് വാച്ച്, പിന്നെ റോബോട്ടിക്സ്. സെർവോ മോട്ടോഴ്സ് ആർ വൈഡ്ലി യൂസ്ഡ് ഇൻ. ഓക്കെ, അവിടെ സ്റ്റെപ്പർ മോട്ടോഴ്സ് ഓൾസോ റോബോട്ടിക്സിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് ആപ്ലിക്കേഷൻസ് വരുന്നത്. ഓക്കെ, CNC മെഷീൻസിൽ യൂസ് ചെയ്യുന്നുണ്ട്, ഇങ്ക്ജെറ്റ് പ്രിന്റേഴ്സിൽ യൂസ് ചെയ്യുന്നുണ്ട്, ഹാർഡ് ഡിസ്ക് ഡ്രൈവ്സ്, പ്ലോട്ടേഴ്സ്, ഇമേജ് സ്കാനേഴ്സ്, 3D പ്രിന്റേഴ്സിൽ, പിന്നെ ക്വാർട്സ് അനലോഗ് വാച്ച്, അതിലൊക്കെ എന്താ ഈ സ്റ്റെപ്പർ മോട്ടോഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ആപ്ലിക്കേഷൻസ് ചോദിക്കാം. അധികത്തിനും മെഷീൻസിന്റെ ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ അതിന്റെ മെയിനായിട്ട് വർക്കിംഗ് പ്രിൻസിപ്പിൾ ആണ്. ഈ സ്റ്റെപ്പർ മോട്ടോറിന്റെ കേസ് ആണെങ്കിൽ അതിന്റെ ക്ലാസിഫിക്കേഷൻ ചോദിച്ചിട്ടുണ്ട്. സോ ഇത് ഇമ്പോർട്ടന്റ് ആണ്. വേരിയബിൾ റിലക്റ്റൻസ് ടൈപ്പ് സ്റ്റെപ്പർ മോട്ടോർ, പെർമനന്റ് മാഗ്നറ്റ് ടൈപ്പ് സ്റ്റെപ്പർ മോട്ടോർ ആൻഡ് ഹൈബ്രിഡ് സ്റ്റെപ്പർ മോട്ടോർ. ഓക്കെ, അതിൽ നമ്മൾ ഇപ്പൊ എക്സ്പ്ലെയിൻ ചെയ്തത് പെർമനന്റ് മാഗ്നറ്റ് ടൈപ്പ് സ്റ്റെപ്പർ മോട്ടോർ ആണ്. അതിന്റെ ചോദിച്ചാൽ ഇതേപോലെ ഫിഗർ വരയ്ക്കുക. അതിന്റെ ഫീൽഡ് വൈൻഡിങ്സിൽ ഇപ്പൊ ലാർജ് നമ്പർ ഓഫ് വൈൻഡിങ്സ് ഫേസസ് ഉണ്ടാകാം. ഇതിപ്പോ A and D 2 ഫേസ് എവിടെയുള്ളൂ, ABCD ഒക്കെ ഉണ്ടാവാം, അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഫേസസ് ഉണ്ടാകാം. അതൊക്കെ നമ്മുടെ ആപ്ലിക്കേഷൻ അനുസരിച്ച് നമുക്ക് ഡിസൈഡ് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ കിട്ടേണ്ട അനുസരിച്ചായിരിക്കും നമ്പർ ഓഫ് ഫേസസ് ഒക്കെ ഉണ്ടാവുക. ഇതിപ്പം ജസ്റ്റ് പറഞ്ഞത് ഒരു 45 ഡിഗ്രി സ്റ്റെപ്പ് ആംഗിളിലുള്ള ഒരു ആക്ഷൻ ആണ്. ഈ സ്റ്റെപ്പ് ആംഗിൾ ഒക്കെ വേരി ചെയ്യാം. ഓക്കെ, ഇതിപ്പോ 7.5 to 15 ഡിഗ്രി ഒക്കെ പോസിബിൾ ആണ്. ആ ഒരു സ്മോൾ റേഞ്ച് സ്റ്റെപ്പ് ആംഗിൾ ഒക്കെ പോസിബിൾ ആണ്. ഇനി നമ്മൾ വേരിയബിൾ റിലക്റ്റൻസ് എടുക്കുന്ന സമയത്ത് അതിലും ചെറിയ സ്റ്റെപ്പ് ആംഗിൾ റൊട്ടേറ്റ് ചെയ്യിക്കാൻ പറ്റും. പിന്നെ ഹൈബ്രിഡ് ആണെങ്കിൽ മൈക്രോ സ്റ്റെപ്പിംഗ്, വളരെ ചെറിയ സ്റ്റെപ്പ് ആംഗിളിൽ വരെ അത് റൊട്ടേറ്റ് ചെയ്യിക്കാൻ പറ്റും. ഓക്കെ, ഇപ്പം പെർമനന്റ് മാഗ്നറ്റ് ആണെങ്കിൽ ഈ ഫിഗർ വരയ്ക്കുക, ഇതും വരയ്ക്കുക, എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. നെക്സ്റ്റ് വേരിയബിൾ റിലക്റ്റൻസ് കൂടി ഒന്ന് പറയാം. ടൈമിൽ ജസ്റ്റ് എന്താണെന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് വരുന്ന ക്ലാസിഫിക്കേഷൻ വേരിയബിൾ റിലക്റ്റൻസ് ടൈപ്പ് സ്റ്റെപ്പർ മോട്ടോർ ആണ്. ഇതിലും സെയിം തന്നെയാണ് വരുന്നത് വർക്കിംഗ് ഒക്കെ. ബട്ട് മെയിൻ വേരിയേഷൻ എന്താണെന്ന് വെച്ചാൽ ഇവിടെ റോട്ടോർ എന്ന് പറഞ്ഞാൽ മൾട്ടി ടൂത്ത്ഡ് ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽ ആയിരിക്കും. ഇവിടെ റോട്ടോർ വരുന്നത് ഒരു സിംഗിൾ റോട്ടോർ ആയിരിക്കും. അത് മൾട്ടി ടൂത്ത്ഡ് ആയിരിക്കും. കാരണം ഇവിടെ 1 2 3 4 5 6 കാണിക്കുന്നത് 6 ടൂത്ത് ഉണ്ട്. ഇതിന് 6 പ്രൊജക്ഷൻസ് ഉണ്ട്. നേരത്തെ കേസിൽ അങ്ങനെയല്ല, ഒരു പെർമനന്റ് മാഗ്നറ്റ് 2 നോർത്തേൺസ് അതുപോലത്തെ ഉള്ളൂ. ഇതിന് 6 ടൂത്ത് വരുന്നുണ്ട്. ഓക്കെ, ദെൻ നമ്പർ ഓഫ് ഫേസസും വരും, ലാർജ് നമ്പർ ഓഫ് ഫേസസും വരും. ഇതൊക്കെ നമ്മുടെ പെർമനന്റ് മാഗ്നറ്റിന്റെ കേസിലും ലാർജ് നമ്പർ ഓഫ് ഫേസ് വരും. ബട്ട് ഇങ്ങനെ ടൂത്ത് വരുന്നത് എന്താ, ഈ വേരിയബിൾ റിലക്റ്റൻസ് ടൈപ്പിൽ മാത്രമാണ്. Okay, and the number of phases and the number of tooth
ഒരിക്കലും ഈക്വൽ ആയിരിക്കില്ല. ഈ ഫേസ് നമ്പർ ഓഫ് ഫേസസ് ഈ നമ്പർ ഓഫ് ടൂത്തിനെക്കാളും ഹയർ ആയിരിക്കും. ഇവിടെ തന്നെ ഇപ്പം 1 2 3 4 ലാർജ് നമ്പർ ഓഫ് ഫേസസ് ഉണ്ട്. ഓക്കെ, ദെൻ നമ്പർ ഓഫ് ടൂത്ത് വരുന്നുണ്ട്. നോക്കിനി ഇവിടെ ഈച്ച് ഫേസും സെപ്പറേറ്റഡ് ആണ്. നമുക്ക് സെപ്പറേറ്റ് സപ്ലൈ കൊടുക്കാൻ പറ്റും, കണക്റ്റഡ് അല്ല ഒന്നും. ഇവിടെ എങ്ങനെ വർക്കിംഗ് വരുന്നതെന്ന് വെച്ചാൽ ഞാനിപ്പം 2 ഫേസ് സപ്ലൈ കൊടുത്തു. 2 ഫേസ് സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു മാഗ്നറ്റ് പോള് ക്രിയേറ്റ് ആവും, നോർത്ത് ആൻഡ് സൗത്ത് പോള് ക്രിയേറ്റ് ആവും. ആ ക്രിയേറ്റ് ചെയ്ത പോളിന്റെ അതേ ഡയറക്ഷനിൽ ഈ റോട്ടോറിലുള്ള നോർത്ത് ആൻഡ് സൗത്ത് പോള് ഗെറ്റ് അലൈൻഡ്. ഇതിപ്പോ ഇവിടെ 2ക്ക് ഞാൻ സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നോർത്ത് വന്നാൽ ഇതിന്റെ റോട്ടോറിന്റെ സൗത്ത് ആണ് ഇവിടെയെങ്കിൽ ഇതെന്ത് ചെയ്യും, ഈ ടൂത്ത് 2 ഈ ഫേസ് 2ന് അലൈൻഡ് ആയിട്ട് വരും. അതാണ് ഈ ഡോട്ടഡ് ലൈൻസിൽ കാണിച്ചിരിക്കുന്നത്. ഞാൻ ഫേസ് 2 സപ്ലൈ കൊടുത്ത് എക്സൈറ്റ് ചെയ്യിച്ചു കഴിഞ്ഞാൽ ഈ റോട്ടോറിന്റെ ടൂത്ത് 2 എന്ത് ചെയ്യും, ഇതിന് അലൈൻഡ് ആയിട്ട് വരും. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ എവിടെയാണോ റിലക്റ്റൻസ് കുറവുള്ളത്, ഓക്കെ, റിലക്റ്റൻസ് കുറവുള്ള ഏരിയയിൽ ആ ഒരു റീജിയനിലേക്ക് ഈ റോട്ടോറിന്റെ ടൂത്ത് ഗെറ്റ് അലൈൻഡ്. അങ്ങനെയായിരിക്കും. റിലക്റ്റൻസ് കുറയാണെന്ന് വെച്ചാൽ എന്താ, എവിടെയാണോ എക്സൈറ്റഡ് ആവുന്നത്, എക്സൈറ്റഡ് ആവുന്ന സ്ഥലത്ത് എന്ത് ചെയ്യും, ലീസ്റ്റ് റിലക്റ്റൻസ് ആണ് ഉണ്ടാവുക. അപ്പൊ ലീസ്റ്റ് റിലക്റ്റൻസ് ഉള്ള സൈഡിലേക്ക് ഈ റോട്ടോറിന്റെ ടൂത്ത് എന്ത് ചെയ്യും, പോയിട്ട് അലൈൻ ചെയ്യും. അപ്പൊ നമ്മൾ ഓരോ ഫേസ് സീക്വൻസിനെയും ഓരോ ഫേസിനെയും ഒരു സീക്വൻഷ്യലി എക്സൈറ്റ് ചെയ്യിക്കുന്ന സമയത്ത് അതേ സീക്വൻസ് ഓർഡറിൽ എന്ത് ചെയ്യും, ഈ റോട്ടോറിന്റെ ടൂത്ത് അതിനെ അലൈൻ ചെയ്ത് വരും, ആ ഡയറക്ഷനിൽ അത് റൊട്ടേറ്റ് ചെയ്യും. ഓക്കെ, ഇങ്ങനെയാണ് വേരിയബിൾ റിലക്റ്റൻസ് ടൈപ്പിൽ വരുന്നത്. ഇവിടെ റോട്ടോ ടീത്ത് അലൈൻസ് ഇറ്റ് സെൽഫ് ടു ലീസ്റ്റ് റിലക്റ്റൻസ് പാത്ത്. എവിടെയാണോ റിലക്റ്റൻസ് പാത്ത് കുറവുള്ളത് ആ രീതിയിലാണ് റോട്ടോ ടീത്ത് അലൈൻ ചെയ്യുക. സ്റ്റാറ്റർ കോയിൽസ് ആർ എക്സൈറ്റഡ് ഇൻ എ ഡെഫിനിറ്റ് സീക്വൻസ് ഫ്രം എ DC സോഴ്സ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സെമി കണ്ടക്ടർ സ്വിച്ചസ്. ഞാൻ പറഞ്ഞു സെമി കണ്ടക്ടർ സ്വിച്ചസ് ആണ്. സ്റ്റാറ്റർ കോയിൽസ് എന്താ, നമുക്ക് ആ ഒരു സ്പെസിഫിക് സീക്വൻസിൽ എന്ത് ചെയ്യും, ഡ്രൈവറിൽ കിട്ടുന്ന ഇൻപുട്ട് അനുസരിച്ച് ആ സ്പെസിഫിക് സ്വിച്ചസ് എന്ത് ചെയ്യും, സ്വിച്ച് ചെയ്യും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതുപോലെ തന്നെയാണ് നടക്കുന്നത്. സ്റ്റെപ്പ് ആംഗിൾസ് 90, 45, 15, 7.5 ഈ ഡിഗ്രീസ് ഒക്കെ നമുക്ക് ഈ അച്ചീവ് ചെയ്യാൻ പറ്റും. ഈ ഡിഗ്രിയിലൊക്കെയുള്ള സ്റ്റെപ്പ് ആംഗിൾസ് വേരിയബിൾ റിലക്റ്റൻസ് വെച്ചിട്ട് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ബട്ട് ഇത് വൈഡ്ലി യൂസ് ചെയ്യുന്നില്ല. കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് പെർമനന്റ് മാഗ്നറ്റ് ടൈപ്പും ഹൈബ്രിഡ് ടൈപ്പ് ഒക്കെയാണ്. ഇത് ക്ലിയർ അല്ലേ? വേരിയബിൾ റിലക്റ്റൻസ് സെയിം ആണ് പെർമനന്റ് മാഗ്നറ്റിന്റെ പോലെ തന്നെ, ബട്ട് റോട്ടോറിലുള്ള കൺസ്ട്രക്ഷൻ വേരിയേഷനും പിന്നെന്താ, ഇത് വർക്ക് ചെയ്യുന്നത് ആ ഫേസ് സീക്വൻസ് എക്സൈറ്റ് ചെയ്യുന്ന സമയത്ത് എവിടെയാണോ ലീസ്റ്റ് റിലക്റ്റൻസ് ഉള്ളത് ആ പാത്തിലേക്ക് എന്ത് ചെയ്യും, ആ റോട്ടോറിന്റെ ടൂത്ത് വന്നിട്ട് അലൈൻ ചെയ്യും. ആ രീതിയിലാണ് ഇത് വർക്ക് ആവുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? എല്ലാരും പോയോ? ഓക്കെ ഓക്കെ, എന്നാ ഇത്ര പോർഷൻസ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പഠിക്കുമ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. നെക്സ്റ്റ് നമുക്ക് ഹൈബ്രിഡ് ടൈപ്പ് സ്റ്റെപ്പ് മോട്ടോർ ആൻഡ് സെർവോ മോട്ടോർ, ആ 2 ടോപ്പിക്ക് കൂടി ഡിസ്കസ് ചെയ്യാനുള്ളൂ. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം.